ഒരു വചനം എടുക്കാം. സംഖ്യാപുസ്തകം 17-ന്റെ 5-ാമത്തെ വാക്യവും 8-ാമത്തെ വാക്യവും ഇപ്പോൾ നമുക്ക് എല്ലാവരും ബൈബിൾ കൊണ്ടുവന്നവരെല്ലാവരും ബൈബിൾ എടുത്ത് തുറന്ന് സംഖ്യാപുസ്തകം 17:5 അതിന്റെ 8-ാമത്തെ വാക്യവും ഒരുമിച്ച് വായിക്കാം. ഞാൻ തിരഞ്ഞെടുക്കുന്നവന്റെ വടി തളിർക്കും. ഇങ്ങനെ ഇസ്രായേൽ മക്കൾ നിങ്ങൾക്ക് വിരോധമായി പിറുപിറുക്കുന്നത് ഞാൻ നിർത്തലാക്കും. പിറ്റേന്നാൾ മോശ സാക്ഷ്യകൂടാരത്തിൽ കടന്നപ്പോൾ ലേവി ഗൃഹത്തിനുള്ള അഹരോന്റെ വടി തളിർത്തിരിക്കുന്നത് കണ്ടു. അത് തളിർത്തു, പൂത്തു, ബദാം ഫലം കായ്ച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാട്ടെ. തളിർത്തു, പൂത്തു, ബദാം ഫലം കായ്ച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു ക്രിസ്തീയ ജീവിതത്തിൽ ഈ 3 പ്രോസസ്സിങ് നടക്കണം. എന്താണ്? നമ്മൾ വളരെ വേഗത്തിൽ 1:30 മണിയാകുമ്പോൾ പ്രാർത്ഥിച്ച് നമുക്ക് നിർത്താം. ചെറിയൊരു മെസ്സേജ് പറഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. ഒരു ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നതിൽ 3 പ്രോസസ്സിങ് നടക്കണം. ഒന്ന്, തളിർക്കണം. എന്താണ്? തളിർക്കണം. പിന്നെ എന്ത് ചെയ്യണം? പൂക്കണം. ചില സ്ഥലങ്ങൾ, ചില വ്യക്തികൾ തളിർക്കത്തേ ഉള്ളൂ, അതുപോലെ മുരടിച്ചങ്ങ് നിന്ന് പോകും. ചില വൃക്ഷങ്ങൾ കണ്ടിട്ടുണ്ടോ? അത് വൃക്ഷമാണ്, പക്ഷേ ഫലമില്ല, പൂവില്ല, കായില്ല. നമ്മൾ കുറേ നാൾ കഴിയുമ്പോൾ അതിനെ വെട്ടി ദൂരെ കളയും. കാരണം എന്ന് പറഞ്ഞാൽ അതിൽ ഫലമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചില തെങ്ങ് നമ്മൾ കൊണ്ട് നട്ടിട്ട് പറയും കാവലമില്ല, തെങ്ങിൽ കാവലമില്ല, കായ്ക്കുന്നില്ല. ചില മാവ്, ചില പ്ലാവ്, ചില ഫലവൃക്ഷങ്ങളാണ് നമ്മൾ നട്ടത് ഫലവൃക്ഷമാണ്. അതിന് പേരൊരു ഫലവൃക്ഷമാണ്. പക്ഷെ പേര് ഫലവൃക്ഷത്തിൻ്റെ പേരാണെങ്കിലും ഫലമില്ലാതെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ പലപ്പോഴും അയ്യോ ഇവിടെ എന്തുകൊണ്ട് നട്ടാലും അത് കായ്ക്കുന്നില്ല, പൂക്കുന്നില്ല. അതൊരു ശാപമാണ്. ഹല്ലേലൂയ. അത് ദൈവരാജ്യത്തിനകത്തൊരു വ്യക്തി കയറുമ്പോൾ ആ ശാപം മാറണം. ആ ശാപം മാറിയിട്ട് അവിടെ ഒരു കാലത്തും തളിർക്കത്തില്ലെന്ന് പറയുന്ന സ്ഥലത്ത് ഒരു തളിർപ്പ് വരുന്നു. ഒരു കാലത്തും പൂക്കാത്തത് ഒരു പൂ വിടരുന്നു. ഒരു കാലത്തും കായ്ക്കാത്തത് ഒരു കായ് വിടർന്നു വരുന്നു. അതാണ് നിങ്ങൾ ആകുന്ന തോട്ടം. ക്രിസ്തീയ ജീവിതത്തെ ആകുന്ന തോട്ടത്തിനകത്ത് ദൈവം നിങ്ങളെ തടമെടുത്ത് വളമിട്ട് നനച്ച്, ഹല്ലേലൂയ, ഈ ആത്മാവിലുള്ള ആരാധനകൾക്കകത്ത് വരുന്നത് ഇത് തടമെടുക്കുന്നതാണ്, ആരാധനയാണ്. വചനമെന്ന് പറയുന്ന തടമെടുപ്പാണ്, കുഴിയെടുപ്പാണ്. പ്രൈസ് ദി ലോർഡ്. അതിനകത്ത് വെച്ച് നനവ്, ആത്മനിറവുള്ള ആരാധനയുടെ നടുവിൽ അഭിഷേകത്തിൻ്റെ നദി അങ്ങോട്ട് ശരീരങ്ങളിലൂടെ ഒഴുകുമ്പോൾ ആ വൃക്ഷത്തിന് ഒരു കാര്യം സംഭവിക്കും. അത് ആറ്റരുകത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടിപ്പോകാത്തതായ ഒരു വൃക്ഷമായിരിക്കും. ഹല്ലേലൂയ. ഒരു നാളിൽ ഒരു ഹോട്ടൽ റൂമിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഡൽഹി എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് കിട്ടിയ ഒരു വെളിപ്പാടാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ 1-2 ആഴ്ച അവിടെ ഞാൻ മീറ്റിങ്ങിന് പോയപ്പോൾ ഞങ്ങൾ അവിടെ താമസിക്കുകയാണ്, പ്രാർത്ഥിച്ചുകൊണ്ട്. ഇപ്പം ഞാൻ ഒരു ഡോറ് തുറന്ന് നോക്കിയ സമയത്ത് ഒരു വൃക്ഷം അവിടെ ഉണ്ട്, പക്ഷേ ഒറ്റ ഫലമില്ല. പ്രൈസ് ദി ലോർഡ്. എല്ലാം ഉണങ്ങി നിൽക്കുകയാണ്, വാടി നിൽക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വാടി അങ്ങനെ നിൽക്കുന്നു, ആരും അതിനെ മൈൻഡ് ചെയ്യുന്നില്ല. വാടി നിൽക്കുന്ന, ഉണങ്ങിയ ഒരവസ്ഥയിൽ നിൽക്കുന്ന വൃക്ഷം. അപ്പം ഞാൻ അവിടെ ഓരോ ദിവസവും ഇങ്ങനെ പ്രാർത്ഥനയിലും മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് വരും. എല്ലാ ദിവസവും ആ വാതിൽ ഡോറ് തുറന്ന് മുന്നോട്ട് നോക്കുമ്പോൾ നല്ല മനോഹരമായ ദൃശ്യങ്ങളായതുകൊണ്ട് അവിടെ ഇങ്ങനെ കണ്ടു നോക്കിക്കൊണ്ട് നമ്മൾ നിൽക്കും. എന്നാൽ 2-3 ദിവസം നോക്കുമ്പോഴും അതിന് ഒരു മാറ്റമില്ല. എന്നാൽ ഒരു 4-ാമത്തെ ദിവസം നോക്കിയപ്പോൾ ആ വൃക്ഷത്തിൻ്റെ ഏറ്റവും മുകളിൽ ഒരു പുതിയ തളിർപ്പ് വന്നിരിക്കുന്നു. ആ താഴെയുള്ള മറ്റുള്ള ശിഖരങ്ങളിലുള്ള വാടിയ ഇലകളേക്കാൾ ഉപരിയായി ഒറ്റ രാത്രി കഴിഞ്ഞ് രാവിലെ പ്രഭാതത്തിൽ എഴുന്നേറ്റ് നോക്കിയപ്പോൾ കരിഞ്ഞിരുന്ന സ്ഥലത്ത് ഒരു പൊട്ടി മുളച്ചൊരു പുതിയ തളിർപ്പ്. അതിൻ്റെ അടുത്ത ദിവസം നോക്കിയപ്പോൾ അത് ആർത്ത് കിളിർത്ത് അതിൻ്റെ പൂകൾ വരാൻ തുടങ്ങുന്നു. പിന്നെ ഞാൻ നോക്കുന്ന കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കാണുന്നത് മനോഹരമായ ഒരു വൃക്ഷമായി അത് മാറി നിൽക്കുന്നു. പലരും അതിൻ്റെ അടുത്ത് വന്ന് നിന്നിട്ട് നോക്കിയിട്ട് പോകുന്നു, പലരും അതിൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നു. അന്ന് വരെ കാണാത്ത നോക്കാത്ത പലരും അതിനെ വന്ന് കണ്ട് തൊട്ട് അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുന്നു. മനോഹരമായ ഒരു രാജമല്ലി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
സ്തോത്രം എന്നതുപോലെ പരിശുദ്ധാത്മാ പറയുകയാണ്, ഇന്ന് ഇതിനകത്തിരിക്കുന്ന നിന്റെ ലൈഫിൽ നിന്റെ ബന്ധുക്കളും നാട്ടുകാരും ചാർച്ചക്കാരും ഒക്കെ നീ ബൈബിൾ എടുത്ത് ആത്മനിറവിലുള്ള ആരാധന എന്ന് പറഞ്ഞ് അതിരാവിലെ എഴുന്നേറ്റ് പോകുന്നത് കൊണ്ട് എന്തെങ്കിലും ഫലമുണ്ടോ? നിന്റെ നിപ്പ് ഹല്ലേലൂയ ചെടിയിലല്ലേ? നിന്റെ ഈ കിടപ്പ് ഒരു കുഴിയിലല്ലേ? നീ കരകയറിയോ? നിനക്കൊരു മാറ്റമുണ്ടോ? ആ ഒരു ഫലമുണ്ടോ എന്ന് നോക്കി ചികഞ്ഞുകൊണ്ടിരിക്കുന്ന ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും പല ശത്രുക്കളുടെ മധ്യത്തില് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ പറയുകയാണ്, കഴിഞ്ഞ നാളുകൾ ഇന്ന് വരെ നിന്നെ നോക്കി ഫലമില്ലാത്ത ഉണങ്ങിയ ആരും ആ വീട്ടിൽ പോകണ്ട, അവന്റെ കയ്യിൽ 1 രൂപ പോലും ഇല്ല, 1 രൂപ കടം ചോദിക്കാൻ പോലും നിന്റെ അടുക്കൽ ആരും വരാത്ത അവസ്ഥയാണെങ്കിൽ കർത്താവ് പറയുകയാണ്, ഈ സീസൺ കഴിയുമ്പോൾ ഈ വരുന്ന നാളുകളിൽ നിന്നെ കാണുന്നവർ പറയാൻ പോകുന്നു, പണ്ടത്തെ പോലെ അല്ല, അവന്റെ സ്ഥിതി മാറിയിരിക്കുകയാണ്. അവന്റെ സ്ഥിതി ഇപ്പോ മാറി. പഴയ സ്ഥിതിയല്ല, പഴയ സ്ഥിതിയല്ല, സ്ഥിതിയൊക്കെ മാറിയിരിക്കുന്നു. അവൻ തളിർത്തു, കിളിർത്ത്, പൂത്ത്, ബദാം ഫലം കാച്ചിരിക്കുന്നു. അങ്ങനെ ഒരു സീസണിലോട്ട് പരിശുദ്ധാത്മാവ് ഈ നാളുകളിൽ നിന്നെ കൊണ്ടുവരാൻ പോവുകയാണ്. ഹല്ലേലൂയ. ധൈര്യത്തോടെ പറഞ്ഞാട്ടെ, ഞാൻ ഫലം കായ്ക്കാൻ പോവുകയാണ്, ഞാൻ പൂക്കാൻ പോകുന്നു, ഞാൻ നറുമണം, എൻ്റെ ഒരു സുഗന്ധം വിടർത്താൻ പോവുകയാണ്, ഞാൻ പൂക്കാൻ പോകുന്നു. എത്ര പേര് അത് വിളിച്ചു പറയും? ഞാൻ പൂത്ത് കായ്ക്കാൻ പോകുന്നു, എൻ്റെ ഡ്രൈനസ് മാറാൻ പോകുന്നു, എൻ്റെ ബാരനായ അനുഭവങ്ങൾ മാറാൻ പോകുന്നു, എൻ്റെ ഡെസേർട്ടിൻ്റെ അനുഭവങ്ങൾ മാറാൻ പോകുന്നു. ഇതാ ഞാൻ ഒരു കുതിച്ചു ചാടുന്ന ഒരു നദി പോലെ ഫലമുള്ള വൃക്ഷമായി ഞാൻ പുറത്തു വരാൻ പോകുന്നു. എൻ്റെ ഉണങ്ങിയ അവസ്ഥകളെല്ലാം മാറുന്നു. നിന്റെ ബിസിനസിന്റെ ഉണങ്ങിയ അവസ്ഥകൾ മാറുന്നു. നിന്റെ ശരീരത്തിന്റെ ഉണക്കുകൾ മാറുന്നു. നിന്റെ സാമ്പത്തികത്തിന്റെ ഉണക്കുകൾ മാറുന്നു. നിന്റെ രോഗമായ ശരീരത്തിന്റെ ഉണക്കവസ്ഥകൾ മാറുന്നു. നീ കായ്ക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മൾ വായിച്ച ഒരു അധ്യായം എന്ന് പറയുന്നത് ഒരു വലിയ പശ്ചാത്തലം അതിനകത്തുണ്ട്. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് പ്രൈസ് ദി ലോർഡ്, മോശ അതിരാവിലെ സമാഗമന കൂടാരത്തിൽ ചെന്ന് ദൈവമായിട്ടുള്ള ബന്ധത്തിലെ ദൈവസാന്നിധ്യത്തിനകത്തിരുന്നപ്പോൾ മോശ ദൈവത്തിന്റെ ശബ്ദം കേട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു മുഴക്കം പോലെ ദൈവത്തിന്റെ ശബ്ദം നീ കേട്ടുകൊണ്ടേയിരിക്കണം. ദൈവത്തിൻ്റെ ശബ്ദം എവിടെ നിൽക്കുന്നുവോ അവിടെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ തകർച്ച. ഇന്ന് പകൽക്കാലം ദൈവ ശബ്ദം കേൾക്കുന്നവരാരും മരുഭൂമിയിൽ ഒരിക്കലും തണുത്തു പോകത്തില്ല. കാദേശ് മരുഭൂമിയെ നടുക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദം, ഹല്ലേലൂയ, മാൻപേടകളെ പ്രസവിപ്പിക്കുമാറാക്കുന്ന ആ ദൈവത്തിൻ്റെ ശബ്ദം ഇന്ന് പകൽ നീ കേൾക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വനാന്തരങ്ങളെല്ലാം മലർവാടികളായി മാറും. ഇന്ന് പകൽ നിന്റെ ലൈഫിലുള്ള വനാന്തരത്തിന്റെ അവസ്ഥ, ഡെസേർട്ടിന്റെ അവസ്ഥകൾ, ബാരനായ അനുഭവങ്ങൾ, ശൂന്യമായ അനുഭവങ്ങൾ അത് മാറണമെങ്കിൽ കാദേശ് മരുഭൂമിയെ നടുക്കുന്ന ദൈവത്തിന്റെ ശബ്ദം ഇന്ന് പകൽ നീ കേട്ടാൽ അടുത്ത നിമിഷം ഇല്ലാത്തത് ചിലത് ഉണ്ടായി വരും. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നോക്കുമ്പോൾ ദൈവത്തിന്റെ അഭിഷിക്തന്മാരും ഭക്തന്മാരെല്ലാം പ്രതികൂലങ്ങളും കഷ്ടങ്ങളുടെയും പ്രശ്നങ്ങളുടെയും നടുവിൽ അവർ ചെയ്തത് എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ സാന്നിധ്യത്തിലിരുന്നു. ഒരു യുദ്ധം വരുമ്പോൾ, ഒരു വലിയ ഫൈറ്റിംഗ് വരുമ്പോൾ ദൈവം പറയുന്നത് എന്താണ്? എൻ്റെ സാന്നിധ്യത്തിനകത്തിരി, എനിക്ക് നിന്നോട് പറയാൻ ഒരു ആലോചനയുണ്ട്. ഇന്ന് പകൽ അങ്ങനെ ചിലരെ ഇതിനകത്ത് ഞാൻ കാണുകയാണ്. കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് ദൈവത്തിൽ നിന്നും പ്രാപിച്ച് ദൈവത്തിൻ്റെ ആലോചന കേൾക്കുന്ന അവരെയാണ് ആത്മീക മക്കൾ എന്ന് പറയുന്നത്. നീ ഒരു ദൈവ പൈതലാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയും പ്രശ്നങ്ങളും വിഷയങ്ങളും ഏത് കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചാലും നിന്റെ വേര് ക്രിസ്തുവിലാണെങ്കിൽ ഒരിക്കലും ആർക്കും നിന്നെ പറിച്ചു കളയാൻ സാധിക്കത്തില്ല. ഒരു കൊടുങ്കാറ്റിനും ഒരു പേമാരിക്കും ഒരു പ്രതികൂലത്തിനും നിന്നെ പറിച്ചു കളയാൻ പറ്റത്തില്ല. നിന്റെ നിപ്പ് പാറമേലാണ്. ക്രിസ്തുവെന്ന പാറമേൽ അടിസ്ഥാനമിട്ട ഒരു കൊടുങ്കാറ്റ് അടിച്ചാൽ പറന്നു പോകുന്ന മണലിലല്ല നിന്നെ അടിസ്ഥാനമിട്ടിരിക്കുന്നത്, നിന്നെ മണലിലല്ല. ഇന്ന് പകൽ ക്രിസ്തുവെന്ന പാറമേൽ, ക്രിസ്തുവെന്ന പാറമേൽ അടിസ്ഥാനം, അടിസ്ഥാനം, അടിസ്ഥാനം. നിന്റെ വേര് ആഴങ്ങളിൽ
ഒരു കാറ്റടിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ആൽമരം പെട്ടെന്ന് പോകത്തില്ല. കാരണം ആല് എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ 1.5-2-3 കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാ വീടിൻ്റെയും ഭിത്തിയും മതിലും എല്ലാ കാര്യങ്ങളും ഇടിഞ്ഞു പോകും. കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പോക്ക് അങ്ങനെയാണ്. അത് ആഴത്തിൽ കിലോമീറ്റർ കണക്കിന് ഈ ആലിൻ്റെ വേരങ്ങ് പോകും. ഒരാലിനെ കണ്ടു കഴിഞ്ഞാൽ വീട്ടിൽ നമ്മളൊരു മതിലിലോ ചുവരിലോ ഒരാല് മുളച്ചാൽ നമ്മൾ പെട്ടെന്ന് തന്നെ വെട്ടിക്കളയും. കാരണം എന്താ, പറഞ്ഞു തീരുമ്പോൾ ഇതിൻ്റെ വേര് കയറിയിട്ട് പിളർത്തി കളയും. ഹല്ലേലൂയ. ഇതിൻ്റെ വേര് അത്ര പവർഫുള്ളാണ്. അതെന്താണെന്നറിയാമോ? എത്ര വലിയ കൊടുങ്കാറ്റടിച്ചാൽ, എത്ര വലിയ വേനൽ വന്നാലും, ക്ഷാമം വന്നാലും മനുഷ്യൻ ചെന്നിരിക്കുന്ന ആലിൻ്റെ ചുവട്ടിൽ ഒരല്പ തണലിന് വേണ്ടി. കാരണം പെട്ടെന്നൊന്നും കടപുഴുകി വീഴത്തില്ല. കാരണം ആഴത്തിൽ അതിൻ്റെ വേര് പോയിരിക്കുകയാണ്. അതുപോലെയാണ് ഇന്ന് നിന്റെ ക്രിസ്തീയ ജീവിതത്തിനകത്ത് ഒരിക്കലും ആർക്കും നിന്നെ കടപുഴുകി വീഴ്ത്താൻ സാധിക്കാത്തവണ്ണം ആഴത്തിൽ വേരോടിയ വ്യക്തികൾ ഇതിനകത്തുണ്ടെങ്കിൽ ഇന്ന് പകൽ അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. ചില ആൾക്കാർ കണ്ടോ, നന്നായിട്ടൊന്ന് തുമ്മിയാൽ അടുത്ത് നിൽക്കുന്നവൻ തറയിൽ വീഴും. പെട്ടെന്ന് ആരും അറിയാതെ നമ്മളൊന്ന് തുന്നു. എൻ്റെ അച്ഛൻ്റെ തുമ്മൽ ഭയങ്കര ഇതാണ്. ഞങ്ങൾ ഓടി രക്ഷപ്പെടും. പിള്ളേരൊക്കെ പേടിച്ചു. തൊട്ടിൽ കിടക്കുന്ന പിള്ളേർ വരെ പേടിക്കും. കാരണം പണ്ടത്തെ ആൾക്കാരുടെ തുമ്മലെന്ന് പറഞ്ഞാൽ ഇവർ മൂക്കിക്കൂടെ, നമ്മളാണെങ്കിൽ നേരെ തുമ്മുമ്പോൾ ചീന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വരും. ഇത് ഒരു ഭയങ്കര ശബ്ദ കോലാഹലമാണ്. അപ്പം ഞാൻ ഒരുപാട് വഴക്ക് പറഞ്ഞു എൻ്റെ പിതാവിന്. കാരണം മക്കളൊക്കെ, നമ്മളെ പിള്ളേരൊക്കെ തൊട്ടിൽ കിടക്കുമ്പോൾ ഡാഡിക്ക് തുമ്മൽ വന്നു കഴിഞ്ഞാൽ ഒരൊറ്റ തുമ്മലിന് വീടെല്ലാം കിടുങ്ങി പിള്ളേരൊക്കെ ഞെട്ടി ഡൈവ് ചെയ്ത് ചാടി എഴുന്നേറ്റ് കരച്ചിലുള്ളൂ. അത് പണ്ടത്തെ ആൾക്കാരുടെ സംഭവമാണ്. അതുപോലെ ചിലരൊന്ന് തുമ്മിയാ മതി, പരിപാടി തീർന്നു. ഹല്ലേലൂയ. കാരണം വേര് അത്രയ്ക്കേ ഉള്ളൂ. ഊതിയാ പറന്നു പോകുന്ന ക്രിസ്തീയ ജീവിതം, പ്രൈസ് ദി ലോർഡ്, തള്ളിയാ തീർന്നു പോകുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ ചിലരുണ്ട്, ചിലര് വന്ന് കടവച്ച് വെട്ടിയാലും ആഴത്തിൽ വേരൂന്നി കിടക്കുന്നതാണെങ്കിൽ ഒരു മഴ വരുമ്പോൾ ചിലത് കിളിർത്ത് വരും. യോബിന്റെ പുസ്തകം 14-ാം അധ്യായത്തിനകത്ത് പറയുകയാണ്, ഹല്ലേലൂയ, വേരറ്റ് പോയ ജനവൃക്ഷങ്ങളും ഒരു മഴയുടെ ഒരു തണുപ്പടിച്ചാൽ മതി, ഒരു മഞ്ഞിന്റെ തണുപ്പടിച്ചാൽ മതി, അടുത്ത നിമിഷം അത് വേരറ്റ് പോയ ചിലതിനെ കിളിർപ്പിച്ചു കൊണ്ടുവരുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി. ഹല്ലേലൂയ. അതിനായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. മോശ അതിരാവിലെ എഴുന്നേറ്റു. എല്ലാവരും പറഞ്ഞു അതിരാവിലെ എഴുന്നേറ്റു. ഒന്ന് പറഞ്ഞാട്ടെ, അതിരാവിലെ എഴുന്നേറ്റ് ദൈവശബ്ദം കേട്ടിട്ടാണ് വന്നിരിക്കുന്നത്. അതിരാവിലെ എഴുന്നേറ്റിട്ട് ഞായറാഴ്ച ദിവസമെങ്കിലും അതിരാവിലെ എഴുന്നേറ്റിട്ട് ബൈബിൾ എടുത്തൊന്ന് വായിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തോട് സംസാരിച്ച് ഇന്ന് ഞാൻ ആരാധനയ്ക്ക് പോകുമ്പോൾ ഹല്ലേലൂയ ചന്തയ്ക്ക് ഒരു പാർട്ടി പോയതുപോലെ ആകാതെ ഹല്ലേലൂയ സ്തോത്രം ഞാൻ പോയിട്ട് വരുന്നത് ദൈവ ശബ്ദം കേൾക്കാനാണ്. ഇന്ന് എന്നോടൊരു ദൂത് പറയണം, എനിക്കൊരു ശബ്ദം കേൾക്കണം, എനിക്ക് അങ്ങയുടെ ശബ്ദം കേൾക്കണം. ഇന്ന് ഞാൻ വെറുതെ ആളിനെ കാണാൻ വേണ്ടി രാവിലെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി ഹല്ലേലൂയ സ്തോത്ര സ്പ്രേയും അടിച്ച് മറ്റുള്ളവർക്ക് ഇടർച്ചയായി വന്നിരിക്കാനല്ല. അതിന് പകരം ഞാൻ പോകുന്നത് എനിക്കും എന്റെ കുടുംബത്തിനും എന്റെ തലമുറയ്ക്ക് ഞാനും എന്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന ആ വെളിപ്പാടിനകത്ത് വന്നവർക്കായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തും. യോശുവ ഇപ്രകാരം പറഞ്ഞു, ഞാനും എന്റെ കുടുംബമോ. എല്ലാവരും പറഞ്ഞാട്ടെ, ഉറക്കെ ഒന്ന് പറയാമോ, നെഞ്ചിൽ കൈവച്ച് വന്ന് പറയാമോ, ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. പറഞ്ഞാട്ടെ, ഉറക്കെ ഒരു 5 പ്രാവശ്യം പറഞ്ഞാട്ടെ, ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. 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 ഹല്ലേലൂയ. നിങ്ങളത് പറയണം. പ്രശ്നങ്ങൾ പ്രതികൂലങ്ങളുടെ നടുവിൽ പറഞ്ഞു, ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. യോശുവയോട് ദൈവം പറഞ്ഞു, മോശയോട് കൂടെ ഇരുന്നത് പോലെ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. പക്ഷേ നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. നീ ഉറപ്പുള്ളവനായിരിക്കുക. നീ ധൈര്യമുള്ളവനായിരിക്കുക. നിന്റെ മുമ്പിലുള്ള മരണ യോർദാനെ ഈ നാളുകളിൽ നീ വേർപിരിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ദൈവം സംസാരിക്കുമ്പോൾ എങ്ങനെ അറിയാം? ദൈവം ഇപ്പോൾ സംസാരിച്ചാലും നമുക്ക് ഉറപ്പ് തരും, ധൈര്യം തരും. ദൈവശബ്ദം കേൾക്കുന്നവൻ ആടി ഉലഞ്ഞു പോകത്തില്ല, തകർന്നു പോകത്തില്ല. അവനോട് ദൈവം പറയുമ്പോൾ ആ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ അടുത്ത നിമിഷം എത്ര വലിയ പ്രശ്നത്തിൽ നിന്നാലും ഒരു തൻ്റെ ഇടം, ഒരു ധൈര്യം, ഒരു ഉറപ്പ്, ഒരു വലിയ പവർ നിന്റെ അകത്ത് വ്യാപി. അതാണ് ദൈവശബ്ദം.
അയ്യോ ദൈവശബ്ദം കേട്ട് ശോഷിച്ചു പോയി ക്ഷീണിച്ചു പോയി എന്ന് ആരും പറയാറില്ല. ദൈവശബ്ദം കേൾക്കുന്നവൻ ഒരു കഴുകനെ പോലെ ചിറകടിച്ചുയരും. ദൈവശബ്ദം കേൾക്കുന്നവന്റെ ഭീരുത്വം മാറും. ദൈവശബ്ദം കേൾക്കുന്നവന്റെ ഭയം മാറും. ദൈവശബ്ദം എന്ന് പറയുന്നത് നിന്നെ ബലപ്പെടുത്തുന്നതാണ്, നിന്നെ താങ്ങുന്നതാണ്, നിന്നെ നിർത്തുന്നതാണ്, നിന്നെ ഭയപ്പെടുത്തുന്നതല്ല, നിന്നെ തകർക്കുന്നതല്ല, നിന്നെ നശിപ്പിക്കുന്നതല്ല. ഇന്ന് പകൽ ദൈവശബ്ദം നീ കേൾക്കുമ്പോൾ നിനക്കൊരു ഉറപ്പുണ്ടാകാൻ പോകുന്നു, ധൈര്യമുണ്ടാകാൻ പോകുന്നു, നിനക്കൊരു ബലമുണ്ടാകാൻ പോവുക. ഹല്ലേലൂയ. അപ്പൊ മോശ ഇറങ്ങിയത് മനുഷ്യന്റെ വാക്ക് കേട്ടല്ല. പ്രൈസ് ദി ലോർഡ്. മനുഷ്യന്റെ വാക്ക് കേട്ട മോശ ഒരാളിനെ എന്ത് ചെയ്തു? സ്വന്തം കൈകൊണ്ട് അടിച്ചു കൊന്നു. എങ്ങനെ? ജനത്തെ രക്ഷിക്കണമെന്നുള്ള ആത്മഭാരം കയറിയപ്പോൾ ദൈവത്തിന്റെ ആത്മാവിന്റെ നിയോഗമില്ലാതെ, ദൈവം പറയാതെ സ്വന്തമായി ജഡത്തിൽ കയറി ഒരുത്തനെ കൈവച്ചു. അപ്പൊ എന്ത് ചെയ്തു? നാട്ടിൽ നിൽക്കാൻ പറ്റാതായി. ഹല്ലേലൂയ. ദൈവത്തിന്റെ സമയമാകുന്നതിന് മുമ്പ്, ദൈവശക്തി കിട്ടുന്നതിന് മുമ്പ്, ദൈവശബ്ദം കേൾക്കുന്നതിന് മുമ്പ്, ദൈവത്തിന്റെ നിയോഗം നിന്റെ അകത്ത് വരുന്നതിന് മുമ്പ് നീ ചാടി ഒന്നിനും ഇറങ്ങരുത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ നിയോഗമില്ലാതെ ആരിറങ്ങിയാലും അവന്റെ കാര്യത്തിന് തീരുമാനമായിരിക്കും. ഹല്ലേലൂയ. അപ്പൊ മോശ ദൈവനിയോഗമില്ലാതെ ചാടി ദൈവത്തിന്റെ ജനത്തെ രക്ഷിക്കാൻ ശ്രമിച്ചപ്പോൾ കൊലപാതക കേസിൽ പ്രതിയായി നാട്ടിൽ നിൽക്കാതെ ഓടി മരുഭൂമിക്കകത്ത് വന്ന് കിടക്കുക. 40 വർഷമായി. എത്ര വർഷമായി? 40 വർഷമായി. 40 വർഷം. ഹല്ലേലൂയ, സ്തോത്രം. ഒരു ഇസ്രയേലിന്റെ സന്തതിയായിട്ട് ജനിച്ചെങ്കിലും പ്രതികൂലത്തിന് അടിമത്ത നുഖത്തിലായിരുന്ന ജനമ ലക്ഷക്കണക്കിനെണ്ണം അടിമ നുഖത്തില് പിന്നെ ചുറ്റുള്ളിയും വെളുത്തുള്ളിയും പിന്നെ സവാളയൊക്കെ തിന്നോണ്ട് കിടക്കുമ്പോൾ നോക്ക്, വാഗ്ദത്തമുള്ളവൻ അപ്പനും അമ്മയും കൂടെ കീരി തേച്ച ഒരു പെട്ടിക്കകത്ത് ഈ കുഞ്ഞ് ആൺകുഞ്ഞാണ്, സൗന്ദര്യമുള്ള സുന്ദരനാണ്, കോമള രൂപിയാണ്, അവന് വളർത്തണമെന്ന് ആഗ്രഹമുണ്ട്. 3 മാസമായപ്പോൾ സ്വന്തം സഹോദരിയായ മിരിയാമ ഈ പെട്ടകത്തിനകത്താക്കിയിട്ട് നേരെ അങ്ങോട്ട് നൈൽ നദിയിൽ ഒഴുക്കി വിട്ടു. നൈൽ നദി മരണത്തിൻ്റെ നദിയാണ്, ശാപശക്തിയുള്ള നദിയാണ്. ആ നദിയാണ് ദൈവം ഒരിക്കൽ അടിച്ചത്. കാരണം മരണത്തിൻ്റെ ശക്തി, വാഗ്ദത്തമുള്ള സകല കുഞ്ഞുങ്ങളെ കൊന്ന് മുടിച്ചു കളഞ്ഞ നദിക്കകത്ത് ഈ തലമുറയെ ഒഴുക്കി വിടുമ്പോൾ ഈ മിരിയാം അറിഞ്ഞില്ല. ഹല്ലേലൂയ. ഒരു നാളിൽ ഈ നദിയെ അടിക്കാനുള്ള ഒരു വടിയുമായി ഈ കുഞ്ഞ് പുറത്ത് വരുമെന്ന്. ഹല്ലേലൂയ. ഇന്ന് പകൽ പലപ്പോഴും പലരും നിന്നെ ഒഴുക്കിക്കളയാൻ ശ്രമിക്കുമ്പോൾ വരും നാളുകളിൽ നിന്റെ വിടുതലിന് കാരണമായി മാറാൻ ആ വ്യക്തിയെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ട്. നീ ഒഴുക്കിക്കളയാൻ, നിന്റെ വീട്ടിൽ നിന്ന് അടിച്ചോടിക്കാൻ നീ പലരെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പകൽ ആത്മാ പറയുന്നു, നാളെ ആ വാഗ്ദത്തമുള്ളവന്റെ വടിയിലൂടെ നിനക്കൊരു രക്ഷയുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സോ ലേവി ഗോത്രത്തിനകത്ത് ജനിച്ച മോശ എന്ന കുഞ്ഞന്റെ കോമള രൂപം കണ്ടിട്ട് വാഗ്ദത്തമുള്ളവനെ മിരിയാം എന്ന് പറയുന്ന തൻ്റെ സഹോദരിയുടെ കയ്യിൽ അപ്പനും അമ്മയും പറഞ്ഞു വിട്ടു, ഈ തലമുറയെ ഒഴുക്കിക്കള, വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല. വാഗ്ദത്തമുള്ളവനെ ഒരു നാൾ ഒതുക്കാൻ പറ്റത്തില്ല. 3 മാസത്തിൽ കൂടുതൽ നിനക്ക് ഒതുക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. വാഗ്ദത്തവും ദൂതും വന്ന ജനിച്ചതായ തലമുറയെ ആർക്കും ഒടുക്കാൻ പറ്റത്തില്ല. 3 മാസത്തിൽ കൂടുതൽ ഒതുക്കാൻ പറ്റാത്തത് കൊണ്ടാ ഒഴുക്കി വിടുന്നത്. അതാ ആത്മാ പറയുന്നത്. എത്ര പിശാച് ശ്രമിച്ചാലും ഈ കേരളക്കരയിൽ ട്രിവാൻഡ്രത്തും നിന്നെ വിടത്തില്ലെന്ന് വെല്ലുവിളിച്ചാലും ആത്മാവ് പറയുന്നു, ഒരു പുറപ്പാട് നിനക്കുണ്ട്. നീ പുറത്ത് വരും, നീ പുറത്ത് വരും. ഒരു പുറപ്പാട് നിനക്കുണ്ട്. നീ പുറത്ത് വരും. നിന്നെ ആര് ഒതുക്കാൻ ശ്രമിച്ചാലും വാഗ്ദത്തമുള്ള നിന്നെ ആത്മാവ് പുറത്തു കൊണ്ടുവരാൻ പോയ. ഹല്ലേലൂയ. വാഗ്ദത്തമുള്ളവന്റെ കാര്യം അപ്പന്റെ അമ്മയുടെ സഹോദരങ്ങളുടെ കയ്യിലല്ല. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞ, എൻ്റെ അപ്പന്റെ അമ്മയുടെ സഹോദരങ്ങളുടെ കയ്യിലല്ല എൻ്റെ ജീവിതം, നാട്ടുകാരുടെ കയ്യിലല്ല. ഫറവോൻ ഇവിടെ എഴുതിക്കൊണ്ടിരിക്കുക, ആൺ സന്തതികളെല്ലാം കൊല്ലണം. അവൻ്റെ ഉണക്കപ്പേന കൊണ്ട് എഴുതി വെച്ച ന്യായ വിധിക്ക് അനുസരിച്ച് ജീവിക്കാനുള്ളവനല്ല വാഗ്ദത്തമുള്ളവൻ. പ്രൈസ് ദി ലോർഡ്. അവന്റെ വാള് കൊണ്ട് വെട്ടിക്കൊല്ലാൻ പ്ലാനും പദ്ധതി ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ വാഗ്ദത്തമുള്ളവനെ വാളുണ്ടാക്കിയവന്റെ വീട്ടിനകത്ത് കയറ്റി പാർപ്പിച്ച ഒരു ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് പകൽ ആത്മാ പറയുന്നു. ശത്രുവിന്റെ മധ്യത്തിൽ മേശ ഒരുക്കുന്ന ദൈവം, ശത്രുവിന്റെ മധ്യത്തിൽ മേശ ഒരുക്കുന്ന ദൈവം ഇന്ന് പകൽ വിശ്വസിക്കുന്നവർക്ക് മാത്രം ഈ ദൂത് ഏറ്റെടുത്തോ. ശത്രുവിന്റെ മധ്യത്തിൽ, ശത്രുവിന്റെ മധ്യത്തിൽ, ശത്രുക്കളുടെ മധ്യത്തിൽ നിന്റെ ജീവിതത്തിൽ ഒരു വലിയ മേശ ദൈവം ഒരുക്കാൻ പോകുന്നു.
അടുത്തിനെ പറഞ്ഞാട്ടെ, ശത്രുവിന്റെ മധ്യത്തിൽ മേശ ഒരുക്കാൻ പോവുക. ദൈവത്തിന്റെ വചനം എഴുതി വെച്ചിരിക്കുന്നു, ശത്രുവിന്റെ മധ്യത്തിൽ മേശ ഒരുക്കുമെന്ന്. മോശയുടെ ജീവിതം കാണ്, ശത്രുവിന്റെ മേശയിൽ നിന്ന് തിന്നുന്നു. ഹല്ലേലൂയ. ഈ മോശയെ കൊല്ലാൻ വേണ്ടി കൽപ്പന എഴുതി ഉണ്ടാക്കി മഷിയെല്ലാം വേസ്റ്റാക്കി കളഞ്ഞവൻ, പ്രൈസ് ദി ലോർഡ്. വാള് തേച്ച് മിനുക്കിക്കൊണ്ടിരുന്നവൻ, ഇസ്രായേൽ സന്തതികളെ കണ്ടാൽ കാർക്കിച്ച് തുപ്പുന്നവൻ, അവൻ അടുപ്പിക്കാൻ കൊള്ളാത്തതെന്ന് മാറ്റി നിർത്തുവൻ, അടിമകളാന്ന് പറയുന്നവൻ. പക്ഷേ ഇതേ വാഗ്ദത്തമുള്ള മോശയെ കൊല്ലാൻ ഉണ്ടാക്കിയ രാഗിയ വാള് ആ വാഗ്ദത്തമുള്ളവൻ എടുത്ത് വാൾപ്പയറ്റ് പഠിച്ചു. നിന്നെ കൊല്ലാൻ വേണ്ടി ഉണ്ടാക്കുന്ന സകല ആയുധവും പിശാചിന്റെ കയ്യിൽ നിന്നും പിടിച്ച് നിന്റെ കയ്യിൽ തരുന്നൊരു സീസൺ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ മാത്രം നിന്നെ കൊല്ലാൻ ഉണ്ടാക്കുന്ന പിശാചിന്റെ ആയുധങ്ങൾ തിരിച്ചു പിടിച്ച് ശത്രുക്കളുടെ മധ്യത്തിൽ മേശ ഒരുക്കി ദൈവം അതേ ശത്രുവിന്റെ മേശയില് അവന്റെ നന്മയെ അനുഭവിച്ച്. ദൈവത്തിന്റെ വേദപുസ്തകം എന്ന് പറയുന്നതാ ഒരു ചെറിയ പുസ്തകമാണ്, പക്ഷെ ചരിത്രങ്ങളെ മാറ്റിമറിച്ചതാ. വേദപുസ്തകം കൈ കൊണ്ട് നടക്കുന്നവന്മാര് ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അത് വണ്ടിക്കകത്ത് വയ്ക്കുന്നവരുണ്ട്, തലേണയുടെ അടിയിൽ പേടി മാറാൻ വേണ്ടി വെക്കുന്നവന്മാരുണ്ട്. പ്രൈസ്. പിന്നെ രാവിലെ വരുമ്പം പേരിന് വേണ്ടി ഇതെടുത്ത് ലാത്തി വരുന്നവന്മാരുണ്ട്. ഇവിടെ വന്നിരുന്ന് അതിനകത്ത് വെച്ച് മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്ന മണ്ടന്മാരുണ്ട്. അങ്ങനെ ശാപം പിടിച്ചവന്മാരെല്ലാം ഉണ്ട്. പക്ഷെ ഇന്ന് പകല് ജീവൻ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, ഈ വചനം നിന്റെ അകത്ത് കയറിയാൽ നിന്നെ ജീവിപ്പിക്കുന്നതാണ് ദൈവത്തിന്റെ വചനം. ഈ ദൂത് നിന്നെ ജീവിപ്പിക്കും. ഈ ദൂത് നിന്റെ സ്ഥിതിയെ മാറ്റും. ഈ ദൂത് നിനക്കൊരു ജീവനും സമൃദ്ധിയായ ജീവനും തരും. ഈ ദൂത് നിനക്കും നിന്റെ തലമുറയ്ക്കും ഒരു മാറ്റം തരും. ഹിസ്റ്ററി മാറും. നീ വരുന്നത് മാറാനാ, നീ വരുന്നത് മാറാനാണ്. നിനക്ക് മാറ്റം ഉണ്ടാകണോ? ഹല്ലേലൂയ. 100 വർഷങ്ങൾക്ക് മുമ്പ് ജാതിപരമായ രീതിയിൽ വിവേകാനന്ദനെ പോലെയുള്ള ആൾക്കാരുടെ മുമ്പിൽ പരിഹാസപാത്രമായ ഒരു സ്റ്റേറ്റാണ് കേരളം. അത്രയ്ക്ക് അതപ്പതിച്ച് കടന്ന കേരളത്തിനെ മാറ്റിയത് ഈ സുവിശേഷമാണ്. അത്രയ്ക്ക് അതപ്പതിച്ച മനുഷ്യനെ തിന്നുകൊണ്ടിരുന്ന, ഹല്ലേലൂയ സ്തോത്രം, ആഫ്രിക്കൻ കൺട്രി മനുഷ്യ സ്നേഹികളാക്കിയത് നിന്റെ കയ്യിലിരിക്കുന്ന പുസ്തകമാണ്. ഈ ദൈവത്തിന്റെ വചനം എവിടെയെല്ലാം പോയിട്ടുണ്ടോ അവിടെയെല്ലാം മനുഷ്യ മൃഗങ്ങളെ മനുഷ്യരാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ, നിനക്ക് ഇതുവരെ മാറ്റം വന്നിട്ടില്ലെങ്കിൽ അത് യേശുവിന്റെ കുഴപ്പമല്ല, വചനത്തിന്റെ കുഴപ്പമല്ല, അതിനകത്ത് ശക്തിയില്ലാത്തതുകൊണ്ടല്ല. നീ അത് വെറുതെ കൊണ്ട് നടക്കുന്നു. നിനക്ക് മാറാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് അത് നിന്നെ തൊടുന്നില്ല. ദൈവത്തിന്റെ വചനം ആരെയും ബലാത്കാരമായി പിടിച്ചേൽപ്പിക്കാനുള്ളതല്ല. ദൈവവചനം എന്ന് പറയുന്ന ഒരു മാന്യതയുണ്ട്, സ്റ്റാൻഡേർഡ് ഉണ്ട്. അതാണ് കർത്താവ് പറഞ്ഞു, ഞാൻ വാതിൽക്കൽ നിന്ന്. പ്രൈസ് ദി ലോർഡ്. കർത്താവിനകത്ത് കയറി വന്നുകൊണ്ടേ അതിനെന്താ പറയുന്നത്? ഞാൻ വാതിൽക്കൽ നിന്ന്. അത്രയ്ക്ക് സ്റ്റാൻഡേർഡാ ദൈവം. നീ ഇവിടെ ഇങ്ങനെ ഒളിച്ചിടങ്ങി വന്നിരിക്കുമ്പോൾ അയ്യോ ഇന്ന ആള് വന്നു എന്ന് പറഞ്ഞ് ഒന്ന് തുറക്കണേന്ന് പറഞ്ഞ് നിന്റെ ഹൃദയം വലിച്ചു കയറി അകത്തെന്തുണ്ടെന്ന് നോക്കാൻ വരുന്ന ഒരു പുരാണത്തിലൊരു കഥയുണ്ട്. അങ്ങനെയുള്ള ഒരു പാർട്ടിയല്ല നമ്മുടെ യേശു. കർത്താവ് എല്ലാ നാളും ദിവസവും നിന്നെ വന്ന് മുട്ടിക്കൊണ്ടിരിക്കുക. ഒന്ന് തുറക്ക്, ഞാൻ അകത്ത് കയറട്ടെ, നിന്നെ ഒന്ന് ശരിയാക്കട്ടെ, മാനസാന്തരപ്പെടട്ടെ, നിന്നെ എൻ്റെ കൈക്ക് ഇണങ്ങി ഒരു ആയുധമാക്കി ഞാനൊന്ന് മാറ്റട്ടെ. നീ ആ വാതിലൊന്ന് തുറക്കാൻ സാധിക്കുമോ? നിനക്ക് ആ മനസ്സെനിക്ക് തരാൻ സാധിക്കുമോ? നീ എന്നോടൊന്ന് കണക്റ്റ് ആകാൻ പറ്റുമോ എന്ന് ചോദിച്ച് എല്ലാ നാളും ദൈവവചനം പറയുന്ന ശുശ്രൂഷ നടക്കുമ്പോൾ ആത്മാവ് നിന്റെ അടുക്കൽ വരുന്നുണ്ട്. പക്ഷെ നീ റെഡിയാകാത്തിടത്തോളം കാലം 90 വയസ്സ് വരെ അല്ലെങ്കിൽ മരണക്കടക്കയിൽ വരെ നിനക്ക് മാനസാന്തരം ഉണ്ടാകാൻ സാധിക്കുകയില്ല. എന്നാൽ ഇന്ന് പകൽ ഒരു നിമിഷം കൊണ്ട് ആ ക്രൂശിന്റെ വലത്ത് ഭാഗത്ത് കർത്താവിന്റെ അടുക്കൽ കിടന്ന കള്ളം പറഞ്ഞു, എനിക്ക് ഇന്ന് നിന്നോടുകൂടി നീ എന്നെ ഓർക്കണം, നീ പരദേശയിൽ ഇരിക്കുമ്പോൾ എന്നെ ഒന്ന് ഓർക്കണം എന്ന് പറഞ്ഞപ്പോൾ ആ മാനസാന്തരത്തിന്റെ ഫലം ആ കള്ളൻ ഉണ്ടായപ്പോൾ, കള്ളൻ യേശുവിന്റെ കൂടെ പരദേശയിൽ ഇരുന്നെങ്കിൽ, മനസ്സിലായോ? 2 വശത്ത് 2 കള്ളന്മാരുടെ ഇടയിൽ യേശു കടന്നു. ഒരു കള്ളൻ പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്. എന്ത് പറഞ്ഞു? യേശുവിനെ പ്രാഗി. എന്താണ്? യേശു ക്രിസ്തുവിനെ പ്രാകാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. വെളിപ്പാടുള്ള മറ്റൊരു കള്ളനാണെങ്കിൽ ഈ കള്ളം, കൊള്ള, കൊലപാതകം ഇതെല്ലാം ചെയ്യുന്നത് ജനിക്കുമ്പോഴേ അല്ല, അത് ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഓരോരുത്തരാകും. എന്നാലും ചില വ്യക്തികൾ കള്ളനാണെങ്കിലും കൊള്ളക്കാരൻ കൊലപാതകമാണെങ്കിലും അവൻ്റെ അകത്ത് ചിലപ്പോൾ ഒരു മനുഷ്യത്വവും ഒരു വിവേകവും ഒക്കെ കാണും. സാഹചര്യം കൊണ്ട് കള്ളനായവനാ
മറ്റവൻ ജനിച്ചപ്പോഴേ അവൻ്റെ ജീനിനകത്ത് വരെ കള്ളത്തരം ഉള്ളതുകൊണ്ട് അവൻ പ്രാകാൻ തുടങ്ങി. പക്ഷെ മറ്റവൻ സാഹചര്യം കൊണ്ട് കള്ളനായിരിക്കും. അതുകൊണ്ട് അവൻ്റെ ഉള്ളിലൊരു മനുഷ്യത്വമുണ്ട്. അവനറിയാം ഞാൻ തെറ്റ് ചെയ്തിട്ടാണ് കിടക്കുന്നത്, പക്ഷേ ഈ പുള്ളി ഒരു തെറ്റും ചെയ്യാതെ കിടക്കുന്നത്. അതുകൊണ്ട് അവൻ പറഞ്ഞു, നീ രാജത്വം പ്രാപിക്കുമ്പോൾ എന്നെയും കൂടെ ഓർക്കണമെന്ന്. കർത്താവ് പറഞ്ഞു, നീ എൻ്റെ കൂടെ ഇന്ന് പരദീസയിലിരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് പകല് ഏത് നിമിഷത്തിലും നിനക്കൊന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ ആ സെക്കൻഡിൽ ദൈവം പറയും, നീ എൻ്റെ കൂടെ പരദീസയിലിരിക്കും. ഹല്ലേലൂയ. അതാണ് സുവിശേഷത്തിന്റെ പ്രത്യേകത. എവിടെ ഇരുന്ന് എവിടെ കിടന്ന് ഏത് സാഹചര്യത്തിലും നീ മാനസാന്തരപ്പെട്ടാൽ ആ നിമിഷം അടുത്ത സെക്കൻഡിൽ നിന്നോട് കർത്താവ് ക്ഷമിച്ച് നീ മാനസാന്തരത്തിന്റെ ഫലം കായ്ക്കും. ഹല്ലേലൂയ. നിന്റെ പാപം കടും ചുവപ്പ് നിറമാണെങ്കിലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കാൻ എന്റെ കർത്താവിന് സാധിക്കും. അതാണ് കർത്താവിന്റെ, അതാണ് സുവിശേഷം, അതാണ് യേശുവിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത. ഒറ്റ സെക്കൻഡ് കൊണ്ട് കർത്താവ് എല്ലാ പാപവും ക്ഷമിച്ച് പുള്ളിയോ അങ്ങ് പരദീസയിലെടുത്തു. ഹല്ലേലൂയ. അപ്പൊ കർത്താവ് മുട്ടുന്നവനാണ്. ദൈവ ശബ്ദം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, എപ്പോഴും നിന്നോട് മുട്ടിക്കൊണ്ടിരിക്കും. ഇതാ മോശ ദൈവസന്നിധിയിൽ ഇരുന്നിട്ട് പ്രൈസലോ ദൈവത്തിനോട് സംസാരിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, എല്ലാ ലേവ്യന്മാരെയും എല്ലാ ഗോത്രപിതാക്കന്മാരെയും കൊണ്ട് നേരെ വന്ന് എൻ്റെ സമാഗമന കൂടാരത്തിൽ എൻ്റെ അടുക്കൽ അവന്മാരുടെ കയ്യിലിരിക്കുന്ന വടിയെല്ലാം ഞാൻ വാങ്ങിക്കേ. പ്രൈസലോ, ഹല്ലേലൂയ. എന്തിനാ ഇത് മോശയോട് ദൈവം പറഞ്ഞത്? ഇവരുടെ വടിയെല്ലാം വാങ്ങിച്ചു കൊണ്ടുവരാൻ. അതിനൊരു പശ്ചാത്തലമുണ്ട്. അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഈ നേരത്തെ പറഞ്ഞതുപോലെ മോശ ഈ അടിച്ചു കൊന്നിട്ട് തന്നെത്താൻ രക്ഷിക്കാൻ ശ്രമിച്ചു നടക്കാതെ 40 വർഷം പിന്നെ എവിടെ സിപ്പാറയുടെ അടുക്കൽ ചെന്ന് മിദ്യാന പുരോഹിതനായ ഇത്രോയുടെ അടുക്കൽ ചെന്ന്, അമ്മായിയപ്പൻ്റെ പേരാണ് ഇത്രോ, ഭാര്യയുടെ പേരാണ് സിപ്പോറ. ഹല്ലേലൂയ. 2 മക്കള്. അവർ രണ്ടുപേരുമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ വലിയ പദവിയിലിരുന്നവനാ, വലിയ ഒരു പട്ടുമത്തെ കിടന്ന് ഉറങ്ങിയവനാ, രാവിലെ എഴുന്നേൽക്കുമ്പോഴേ പാലും തേനും ഒക്കെ കഴിച്ചുകൊണ്ടിരുന്നവനാ. പക്ഷെ എല്ലാ കാര്യവും ഒറ്റ നിമിഷം കൊണ്ട് ഡെസേർട്ടിനകത്തായി. ഹല്ലേലൂയ, സ്തോത്രം. ഒറ്റ നിമിഷം കൊണ്ട് അവൻ്റെ ചരിത്രം മാറി. നേരെ ഇവിടെ വന്ന് നിൽക്കുക. ഇപ്പൊ അവൻ്റെ കയ്യിൽ ആകെ ഉള്ളത് ഒരു ഉണക്ക വടിയാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വേറെ ഒന്നുമില്ല. ആടുകൾ പോലും തൻ്റെതല്ല. ഈ ആടുകളെല്ലാം ഇത്രോയുടേതാ. പ്രൈസ് ദി ലോർഡ്. സിപ്പോര രാവിലെ എഴുന്നേറ്റ് ഒരു ചോറ്റുപാത്രത്തിനകത്ത് പഴങ്കഞ്ഞിയും അല്പം കപ്പയും കാര്യങ്ങളും എല്ലാം കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കും എല്ലാ ദിവസവും. രാവിലെ വൈകുന്നേരം വരെ ആടുകളെ മേച്ച് നടക്കുന്ന ഒരു സ്ഥിതി. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയട്ടെ, ഈ ആടുകളെ 40 വർഷം മേൽപ്പിച്ചതിൻ്റെ പുറത്ത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട്. ഇതുപോലെ മോശേ, ഇന്ന് നീ വെയിലും കൊണ്ട് കറുത്ത് കരുവാളിച്ച് ഒരു ഉണക്ക വടിയുമായിട്ട് ഈ ആടുകളെ കൊണ്ട് നടക്കുമ്പോൾ നിനക്ക് കിട്ടുന്ന ട്രെയിനിങ് എന്ന് പറയുന്നത്, നാളെ ഈ 437 ആടല്ല, ലക്ഷക്കണക്കിന് ജനങ്ങളെ ആ വാഗ്ദത്ത ദേശത്തെത്തിക്കാൻ ഒരു ട്രെയിനിങ് ഞാൻ നിനക്ക് തരികയാണ്. ഇന്ന് നിന്റെ ലൈഫിൽ ദൈവം ചെയ്യുന്നതൊക്കെ ട്രെയിനിങ് ആണ്. ഒരു വലിയ പ്രോമിസ്, ഒരു വാഗ്ദത്തം നിന്റെ മുമ്പിൽ വെളിപ്പെട്ട് തുറന്നു വരാനുണ്ട്. മോശേ, നീ ഭാരപ്പെടണ്ട. നീ ഒറ്റയ്ക്കാണോ? ഭാരപ്പെടണ്ട. നീ ഏകനാണോ? ഭാരപ്പെടണ്ട. നിനക്ക് ആടുകൾ മാത്രമേ ഉള്ളൂ. നീ ഭാരപ്പെടണ്ട. നിന്റെ കയ്യിൽ ഒരു ഉണക്ക വടിയേ ഉള്ളൂ. ഭാരപ്പെടണ്ട. ഇന്ന് നിന്റെ കയ്യിൽ കാണുന്ന ഈ വടി, ഈ ഉണക്ക വടി നാളെ ഒരു അത്ഭുതത്തിന്റെ വടിയാക്കി മാറ്റാൻ എന്റെ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. നോക്ക, ട്രെയിനിങ് പീരീഡിൽ നമ്മൾ ഒരുപാട് വിഷമിക്കും. നിന്റെ ജീവിതത്തിൻ്റെ അകത്ത് എല്ലാവരുടെ ലൈഫിൽ ഒരു സെപ്പറേഷൻ ഉണ്ട്. സെപ്പറേഷൻ ഇല്ലാത്ത മനുഷ്യയില്ല, സെപ്പറേഷൻ ഇല്ലാത്ത ക്രിസ്ത്യൻ ലൈഫില്ല. സകലത്തിൽ നിന്നൊരു സെപ്പറേഷൻ, അതാണ് രക്ഷ എന്ന് പറയുന്നത്. പഴയതിൽ നിന്നും പുതിയതിലോട്ടൊരു സെപ്പറേഷൻ. ഹല്ലേലൂയ. അതാണ് രക്ഷ. എന്താണ് രക്ഷ? ചോദിക്കുക, എന്താണ് രക്ഷ? ചോദിക്കുക, അടുത്തിട്ട് ചോദിക്കുക സൗരി. എന്താണ് രക്ഷ എന്ന് ചോദിക്ക. രക്ഷയുടെ അനുഭൂതി ജീവിക്കുന്നവനല്ലേ വാതറന്ന് ചോദിക്കൂ. പ്രൈസ്. രക്ഷപ്പെട്ടവരെ കയ്യിൽ മനസ്സിലാവും. ഹല്ലേലൂയ. രക്ഷ എന്ന് പറഞ്ഞാൽ എന്താ? സെപ്പറേഷൻ. പറഞ്ഞാട്ടെ, സെപ്പറേഷൻ. ഹല്ലേലൂയ. രക്ഷ എന്ന് പറഞ്ഞാൽ ഒറ്റ സംഭവം എന്ന് പറഞ്ഞാൽ ഇതേ ഉള്ളൂ. ഏതിലോ കിടന്നു, അതിൽ നിന്ന് പുറത്തു വന്നു. അതിൽ നിന്ന് നമ്മൾ മാറി, പഴയതിൽ നിന്ന് പുതിയതിലോട്ട് മാറി. ഹല്ലേലൂയ. നമ്മൾ സെപ്പറേറ്റ് ചെയ്യപ്പെട്ടു. ആർക്ക് വേണ്ടി സെപ്പറേറ്റ് ചെയ്യപ്പെട്ടു? ചോദിക്കുക, ആർക്ക് വേണ്ടി? നാട്ടുകാർക്ക് വേണ്ടിയോ? ആർക്ക് വേണ്ടി? ഭർത്താവിന് വേണ്ടിയോ? മക്കൾക്ക് വേണ്ടിയോ? ആർക്ക് വേണ്ടി സെപ്പറേറ്റ് ചെയ്ത്? നിങ്ങളെ ആർക്ക് വേണ്ടി സെപ്പറേറ്റ് ചെയ്ത്?
യേശുവിന് വേണ്ടി. ആർക്ക് വേണ്ടി? ഓ എൻ്റെ പൊന്ന സഹോദരങ്ങളെ, കർത്താവേ, ഞാൻ യഥാർത്ഥത്തിൽ നമ്മളെ ശാന്ത സിസ്റ്ററാണ് ഇവിടെ വന്ന് ക്ലാസ് എടുക്കാനുള്ളതാണ്. അല്ലാതെ നമ്മൾ ഈ പറഞ്ഞ എനിക്കറിയാം, ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നതേ ഉള്ളൂ. പ്രസംഗിച്ചിട്ടൊന്നും ഗുണപ്പെടാത്തവന്മാരും എല്ലാം ഉള്ളവർ ഇതിനകത്തിരിക്കുന്നതുകൊണ്ട് ഞാൻ എൻ്റെ ദൗത്യം ഞാൻ ചെയ്യുന്നതേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഈ രണ്ട് സംഭവം നടക്കും. ഒന്ന്, വചനം കേട്ട് നീ ശപിക്കപ്പെടും. രണ്ട്, വചനം കേട്ട് നീ അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. നമ്മൾ പറഞ്ഞില്ല എന്നുള്ളതല്ല, പറയാനുള്ള നമ്മളെ ഡ്യൂട്ടി. അത് ഏറ്റെടുത്ത് നന്നാവണം നിങ്ങളെ രക്ഷ. ഇപ്പം ബേസിക് പോലും നമുക്ക് പലർക്കും അറിയത്തില്ല. എന്താണ് സെപ്പറേഷൻ? മാനസാന്തരപ്പെട്ട് പഴയതിൽ നിന്നും പുതിയതിലേക്ക് വരുന്നത്, അതാണ് രക്ഷ. ആരാണ് രക്ഷകൻ? യേശു. നമ്മളെ ഏതിൽ നിന്ന് എടുത്തു? സെപ്പറേറ്റ് ചെയ്തു. എല്ലാത്തിൽ നിന്നും, പഴയ അവസ്ഥകളിൽ നിന്നല്ല. രാമചന്ദ്രൻ നായർ എന്ന് പറയുന്ന ഒരാളിൻ്റെ മകനാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ സ്വഭാവം, അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി, അദ്ദേഹത്തിൻ്റെ പാരമ്പര്യ സ്വഭാവങ്ങൾ, അദ്ദേഹത്തിൻ്റെതായ എല്ലാം ജീനിലൂടെ അകത്ത് കയറി. എന്നാൽ പരിശുദ്ധാത്മാവ് വന്നു, യേശുവിൻ്റെ രക്തം തളിച്ചു, പ്രാർത്ഥിച്ചു, അനുഗ്രഹിച്ചു. അപ്പൻ്റെ പേര് മാറ്റി അവിടെ യേശുവിൻ്റെ പേര് വെച്ച്. ഹല്ലേലൂയ. പഴയ സ്വഭാവങ്ങൾ, പഴയ കാഴ്ചപ്പാടുകൾ, പഴയ നോട്ടം, പഴയ സംസാരം, പഴയ പ്രവൃത്തികൾ എല്ലാം ഉരിഞ്ഞ്, അതായത് ഒരു പാമ്പ് ഒരു വേരിനകത്തുകൂടെ കയറി ഇറങ്ങുമ്പോൾ പഴയ പടം ഇളകി മാറുന്നത് പോലെ, ഹല്ലേലൂയ, പുറമെ പല പെന്തക്കോസുകാരും പാമ്പിനെ പോലെയാണ് മാനസാന്തരം. പെന്തക്കോസുകാരൻ്റെ മാനസാന്തരം എന്താണ്? പാമ്പിൻ്റെ മാനസാന്തരം. മനസ്സിലായി? എത്ര പേർക്ക് മനസ്സിലായി? കയ്യടി കൊണ്ട് ഇതൊക്കെ മാറ്റുന്നു, എല്ലാം മാറ്റുന്നു, വെള്ളയിടുന്നു, പക്ഷെ വിഷമകത്തുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒന്ന് തൊട്ടാൽ ചീറ്റും. പിന്നെ ഒറിജിനൽ സ്വഭാവം. ഞാൻ പറഞ്ഞിട്ട് നമ്മുടെ ലൈഫിൽ ഓരോ വിഷയങ്ങൾ വരുമ്പോഴാണ് ഓരോരുത്തന്മാരെ നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒരു വിഷയം, ഒരു പ്രശ്നം, ഒരു പ്രതികൂലം വരുമ്പോൾ ചാടി ആരാധിച്ച് തലയൊന്ന് നെറ്റിയെന്ന് അവിടെ അടിച്ചിട്ട് വരണവരെയൊക്കെ സ്വഭാവം നമുക്കറിയാം. അപ്പോഴാണ് പാസ്റ്റർ ഭൂതം എന്ന് പറഞ്ഞാൽ പ്രശ്നം. പക്ഷെ ഭൂതത്തിന്റെ സ്വഭാവം കാണിക്കുന്നതിന് വിഷയമല്ല. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ പാമ്പിനെ പോലെ മാനസാന്തരത്തിന്റെ പുറമെ പേരിനകത്തൂടെ എവിടെയോ ഏതോ പ്രാർത്ഥന ആരാധനയ്ക്ക് പോയപ്പോൾ, ഏതോ ഭാഷ പ്രാർത്ഥിച്ചപ്പോൾ പെട്ടെന്ന് ഇടിമിന്നൽ പോലെ വന്നു, ദൈവശക്തി ഭാഷയെന്ന് വന്നു. ഇവിടെ ഭൂതം ഇളകിയപ്പോൾ പാസ്റ്റർ ഭൂതമാണെന്ന് പറയാൻ മടിച്ച് ദൈവം തൊട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്ത് പറഞ്ഞു? ദൈവം തൊട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഉടനെ അവർ പറഞ്ഞു, ഞാൻ ആത്മാവ് പ്രാപിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് വരെ ആ ഭൂതം മാറിയിട്ടില്ല. ആരാധന ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. സ്വഭാവത്തിന് മാറ്റമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ അടുത്തിരിക്കുന്ന വ്യക്തിയുടെ മൂക്കിലൊന്ന് തൊട്ട് നോക്കി. മൂക്കിലൊന്ന് തൊട്ടു. മൂക്കിൽ ജസ്റ്റ് പേടിക്കണ്ട. ആശിഷെ തൊട്. ജിവിന്റെ മൂക്കിൽ തൊട്ടോ. ഇവിടെ വെള്ളമിറങ്ങി നമുക്ക് കൈകാര്യം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം. അവന് പേടി. അവൻ നോക്കുമ്പോൾ വിറച്ചവൻ്റെ. ഞാൻ പറഞ്ഞത് പേടിക്കണ്ട, ഇതിനകത്തല്ലേ ഇരിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. നമ്മളെ മൂക്കിലൊന്ന് തൊടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് നമ്മളെ ഒറിജിനൽ സ്വഭാവം മാറും. അതുപോലെ ഒരു മാനസാന്തരം ഉണ്ട് കേട്ടോ. ആ മാനസാന്തരം യഥാർത്ഥ മാനസാന്തരമല്ല. ഇന്ന് പെന്തക്കോസ് ഗോളത്തിനകത്ത് 5 പേര്, 2 പേര്, 25 പേര്, ഒറ്റ മനുഷ്യൻ അതിനകത്ത് കയറില്ല. ആലയത്തിനകത്ത് എന്താണെന്നറിയാമോ? സ്നേഹമില്ല. എന്താണ്? ഉരിഞ്ഞു കളഞ്ഞല്ല. എന്നിട്ട് പുതിയ തൊക്കൊക്കെ ഉണ്ട്, പക്ഷേ വിഷമാണ്. എന്നെങ്കിലും നിങ്ങൾ ഈ തോലുരിഞ്ഞ പാമ്പിനെ ആരെങ്കിലും എടുത്ത് മടിയിൽ വെച്ചിട്ട് ഉമ്മ കൊടുക്കാറുണ്ടോ? ബാബ സുരേഷ് അല്ലാതെ. ബാബ സുരേഷിനും 10-35 പ്രാവശ്യം കടി കൊണ്ടിട്ടുണ്ട്, അല്ലേ? ചാവാറായിട്ടുണ്ട്. പുള്ളി ഉമ്മ വയ്ക്കാൻ പോയതാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് വരെ തോലുരിഞ്ഞ ഒരു പാമ്പിനെയും നമ്മളെടുത്ത് മടി വെച്ചിട്ടില്ല. അതിൻ്റെ അകത്തെ വിഷം മാറിയെന്ന് നമ്മൾ ചിന്തിച്ചിട്ടും ഇല്ലെങ്കിൽ, അതുപോലെയാണ് രക്ഷ. പലരുടെയും രക്ഷ പരിശോധിക്കപ്പെടേണ്ടതാണ്. ഫലമില്ലാത്ത ഒന്നിൻ്റെയും രക്ഷയല്ല.
പണം ചീറ്റുന്നത് പോലെ ചീറ്റി, വിഷം ചീറ്റി, ദൈവസ്നേഹമില്ലാതെ, പൊറുക്കാൻ സാധിക്കാതെ, ക്ഷമിക്കാൻ പറ്റാതെ, ഹല്ലേലൂയ സ്തോത്രം, ഒറിജിനലായി പണം വർത്തി ആടുന്ന കണ്ണിങ്, ഹല്ലേലൂയ, കുതികാലിന് കടിക്കുന്ന സർപ്പത്തിന്റെ പരിപാടി എന്താ? ചവിട്ടിയാൽ കടിക്കും. എന്താണ്? ഹല്ലേലൂയ, ചവിട്ടിയാൽ കടിക്കും. രണ്ട്, ഊതും. എന്താണ്? കാതിൽ കയറി ഊതും. ചേര എന്നാ ഒറ്റ ചുറ്റുപറ്റി കാതിൽ നല്ല ഊത്. നിന്റെ കാതിനകത്ത് പലരും ഊതാൻ ശ്രമിക്കുമ്പോൾ കാത് വെച്ചു കൊടുക്കരുത്, നീയും അതുപോലെ വിഷമായി മാറും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് പകൽ ചവിട്ടിയാൽ കടിക്കുന്ന പാമ്പ്, പതുക്കെ പതിയിരുന്ന് ബാക്കിക്കൂടെ വന്ന് കുതികാലിൽ കൊത്തുന്ന സർപ്പം, അതാണ് സർപ്പത്തിന്റെ സ്പിരിറ്റ് ഉള്ള വ്യക്തികൾ എന്ന് പറയുന്നത്. നേരെ വരത്തില്ല, നമ്മൾ അറിയത്തില്ല. രാത്രി നടന്നു പോകുമ്പോൾ എവിടെയോ പതിയ ഇങ്ങനെ കിടന്നിട്ട് നമ്മളിൽ കുതികാലിൽ ഒരൊറ്റ കൊത്താണ്. ഹല്ലേലൂയ. അത് ഉടനെ കയറി ഉച്ചന്തല വരെ കയറി പിടിക്കും. ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ അതിനെ കണ്ടാൽ അടിച്ച് അങ്ങ് കൊല്ലും. ഹല്ലേലൂയ. ഇത് സർപ്പത്തിന്റെ പരിപാടിയാ, കുതികാലിൽ കടിപ്പിക്കുന്ന പരിപാടി. സ്തോത്രം, ഹല്ലേലൂയ. അതുപോലെ തേളിന്റെ പരിപാടി എന്താണ്? പാമ്പുകളും തേളുകളും ശത്രുവിന്റെ സകല ബലവും. പാമ്പുകളും എന്ന് വെച്ചാൽ പലതരത്തിലുള്ള പാമ്പുകളുണ്ട്. ഓരോ പാമ്പിനും ഓരോ സ്വഭാവമാണ്, ഓരോ വിഷമാണ്. വിഷം ചിലതിന് കുറച്ച് വിഷമേ കാണൂ, ചിലതിൻ്റെ വിഷം ദൂരെ നിന്ന് ഊതിയാൽ മതി. അതാണ് മറ്റേ എൻ്റെ വരുന്നൊന്ന് രാജവമ്പാല, ദൂരെ നിന്ന് ഊതിയാലേ ചത്തു പോവും, കരിഞ്ഞു പോവും. തേളെന്ന് പറഞ്ഞാൽ എന്താണ്? ഇറുക്കും. എന്താണ്? ആരും വന്ന് അറിയാതെ വന്ന് ഒരു ഡ്രസ്സിനകത്തൊക്കെ ഊരി നമ്മൾ ഇടുമ്പോൾ അതിനകത്ത് തേളിരിക്കും. ഒരു പെൺകുട്ടി അങ്ങനെ ബസ്സിനകത്ത് വെച്ച് മരിച്ചുപോയി. തേളിരുന്നു, ഡ്രസ്സിട്ടു, ബസ്സിനകത്ത്. ആരോടും പറയാമല്ല, സ്ത്രീ ആയതുകൊണ്ട് അവൾ ഭയങ്കരമായിട്ട് ഇതിനെ സഹിച്ച് അവസാനം അവിടെ ഇരുന്ന് അങ്ങ് ചത്തു. അതുകൊണ്ട് ശൈലി കിടക്കുന്ന തുണിയൊക്കെ രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴേ ഒന്ന് കുടഞ്ഞിട്ടൊക്കെ ഇട്ടിട്ട് വേണം വരാൻ. ഏത് വസ്ത്രത്തിനകത്താണ് ഇതിരിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ സ്തോത്രം. അപ്പൊ ഇതെല്ലാം ബാക്കിൽ കൂടെയുള്ള പണിയാ, ഫ്രണ്ടിൽ കൂടെയുള്ള പരിപാടി. ചില ആൾക്കാർക്ക് ഫ്രണ്ടിലൂടെ വരുന്നത് എല്ലാം ബാക്കിൽ കൂടെയുള്ള പരിപാടിയാ. ഇതാണ് സർപ്പശക്തികളും തേളിന്റെ ശക്തികളും. ക്രൊക്കഡൈൽ എന്ന് പറയുന്നത് മുതലയുടെ ശക്തി, ചീങ്കണ്ണി എന്ന് പറഞ്ഞ വഞ്ചനയും ചതിയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ സ്തോത്രം. അതെല്ലാം ബൈബിളിനകത്തുണ്ട്. ഈ സ്പിരിറ്റുകൾ എല്ലാത്തിനെ കുറിച്ച് വിശദമായിട്ട് ഇതിനകത്ത്, ഓരോ മൃഗത്തിന്റെ അകത്തുള്ളതെല്ലാം, കുറുക്കന്റെ ശക്തികൾ, പ്രൈസ് എല്ലാം ഈ ബൈബിളിനകത്തുണ്ട്. വേദപുസ്തകത്തിനകത്ത് മൃഗങ്ങളുമായി കണക്ട് ചെയ്ത് അത് ഓരോ സ്പിരിറ്റുകളാണ്. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് പകൽ അങ്ങനെയുള്ളതെല്ലാം അഴിയണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതൊന്നുമല്ല നമ്മുടെ സ്പിരിറ്റ്. അപ്പൊ പാമ്പിന്റെ മാനസാന്തരമല്ല നമുക്ക് ആവശ്യം. ഹല്ലേലൂയ. കഴുകന്റെ മാനസാന്തരമല്ല. കഴുകൻ പ്രാർത്ഥിക്കും, ഇരിക്കും, ആരാധിക്കും, ഫാസ്റ്റിങ്, ബൈബിൾ മുഴുവൻ വായിച്ചു തീർക്കും, എല്ലാം ചെയ്യും, കൊക്കും തലമുടി ഇതെല്ലാം മാറും. പുതിയ കൊക്ക് വയ്ക്കും, പുതിയ ഇതെല്ലാം വയ്ക്കും. പക്ഷെ പറന്നുയരുമ്പോൾ ചത്ത ശവം കണ്ടാൽ ഉടനെ കഴുകന്റെ തോമാർ നേരെ ശവം തിന്നാൻ പോകും. ഒരുപാട് പേര് അങ്ങനെയാണ്. പാട്ടുണ്ട്, പ്രാർത്ഥനയുണ്ട്, മണിക്കൂറുകൾ അന്യഭാഷയാണ്, കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ ആരെങ്കിലും വന്ന് ശവത്തിൻ്റെ നാറുന്ന കഥകൾ പറഞ്ഞാൽ ഈ പാട്ടും പാടി ആരാധിച്ച് ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഈ കഴുകൻ നേരെ ശവം തിന്നാൻ കൂടും. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. നമുക്ക് ആ മാനസാന്തരം വേണോ? നമുക്ക് ആ മാനസാന്തരം വേണ്ട. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങൾ ശവം തിന്നരുത് കേട്ടോ. നാറുന്ന ശവം തിന്നരാൻ പോകരുത്. പ്രൈസ്. നീ പ്രാർത്ഥിച്ചത് സംസാരിച്ച് കളയരുത്. നീ പ്രാപിച്ചതിനെ വല്ലതും കേട്ട് നീ കളയരുത്. നിനക്കാ നഷ്ടം, നാട്ടുകാർക്ക് നഷ്ടമില്ല, ആർക്കും സഭയ്ക്കും നഷ്ടമില്ല, പാസ്റ്ററിനും നഷ്ടമില്ല, ആർക്കും നഷ്ടമില്ല. നീ പ്രാപിച്ചതിനെ നിന്റെ സംസാരത്തിലൂടെ, നീ പ്രാപിച്ചതിനെ നീ സംസാരിച്ച് കളയരുത്. നീ പ്രാപിച്ചതിനെ നിന്റെ കേൾവിയിലൂടെ കളയരുത്. നീ പ്രാപിച്ചതിനെ നോക്കി കളയരുത്. ഇന്ന് പകൽക്കാലം കഴുകനെ പോലെ നീ ആകരുത്. ശവം തിന്നാൻ വേണ്ടി നീ ഓടരുത്. കാരണം അടുത്തൊരു പറ, പാമ്പാകരുത്. ഒരു കഴുകനെ പോലെ ശവം തിന്നാൻ ഓടരുത്. പാമ്പിനെ പോലെ കൊത്താൻ വേണ്ടി നടക്കരുത്. ചീറ്റിക്കൊണ്ടിരിക്കരുത്. വിഷം അകത്ത് വെക്കരുത്. കാളകൂട വിഷം നിന്റെ അകത്തിരിക്കരുത്. കയ്പിന്റെ വേര് നിന്റെ അകത്തിരിക്കരുത്. അതിനെ ഞെക്കിക്കളയണം. എന്താണ് പഴുപ്പ് എന്ന് പറയുന്നത്? ഒരു ഹോസ്പിറ്റലിൽ എന്തിനാ പോകുന്നത്? മുറിവേറ്റവർ എന്തിനാ ഹോസ്പിറ്റലിൽ പോകുന്നത്? നേരെ അങ്ങോട്ട് ചെല്ലുമ്പോൾ എന്ത് ചെയ്യും? ഡെറ്റോളും മറ്റേ എന്തോ അതിൻ്റെ പേര് ഇതൊക്കെ കൊണ്ടല്ലേ വൃത്തിയായിട്ട് റെഡിയാക്കി ആ
മുറിവെല്ലാം കഴുകി വെടുപ്പാക്കി ശുദ്ധീകരിച്ച് അതിൻ്റെ ബ്ലഡും ഇതെല്ലാം മാറ്റിയിട്ട് നമ്മൾ ഒരു ദിവസം ഡ്രസ്സ് ചെയ്ത് വിടും. ഈ ഡ്രസ്സ് ചെയ്ത് വിട്ടതും കൊണ്ട് അങ്ങ് പോയി കഴിഞ്ഞാൽ അത് അവിടെ ഇരുന്ന് പഴുക്കും. മനസ്സിലായോ? അത് പൊറുക്കുന്നത് വരെ 2-3 ദിവസത്തിലേക്ക് ചെന്ന് വീണ്ടും ഡ്രസ്സ് ചെയ്ത് പഴുപ്പൊക്കെ എടുത്ത് വീണ്ടും ക്ലിയർ ചെയ്ത്. ഇതാണ് ദൈവവചന ശുശ്രൂഷ. ഇതിനാണ് സഭ വെച്ചിരിക്കുന്നത്. സഭ വെച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? നിന്റെ ഹൃദയത്തിനകത്ത് നീ ജനിച്ചപ്പോൾ നീ പറയും, നിന്നെ ഒരു പേഴ്സണലി ഒരാളിനെ വിളിച്ച്, നിങ്ങളെ ഓരോരുത്തരെ വിളിച്ചിട്ട് ഞാൻ കൗൺസിൽ ചെയ്താൽ നീ പറയും, എൻ്റെ അപ്പൻ എന്നെ സ്നേഹിച്ചിട്ടില്ല, അമ്മ എന്നെ സ്നേഹിച്ചിട്ടില്ല. എൻ്റെ അപ്പനും അമ്മയും എന്നേക്കാൾ എൻ്റെ അനിയനെ സ്നേഹിച്ചു, എൻ്റെ ചേട്ടനെ സ്നേഹിച്ചു, എൻ്റെ സഹോദരിയെ സ്നേഹിച്ചു. പിന്നെ അങ്ങോട്ട് വരുമ്പോൾ പറയും, പിന്നെ വളർന്നു വന്നപ്പോൾ അധ്യാപകന്മാർ എന്നെ മണ്ടനെന്ന് വിളിച്ചു, മണ്ടി എന്ന് വിളിച്ചു, കൂട്ടുകാരെന്നെ ചതിച്ചു, കാമുകൻ എന്നെ ചതിച്ചു, കാമുകി എന്നെ ചതിച്ചു, ഭർത്താവ് എന്നെ ചതിച്ചു, ഭാര്യ എന്നെ ചതിച്ചു, പലിശക്കാരന്മാർ പൈസ കൊടുക്കാത്തതുകൊണ്ട് അവരെന്നെ ചതിച്ചു. അങ്ങനെ തുടങ്ങി 100 കഥകളും തകർന്ന് 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 മുറിവേറ്റ് ഉടഞ്ഞ് മുൻദേശക്കാരായി, BP ഉള്ളവരായി, ടെൻഷൻ ഉള്ളവരായി, എടുത്തുചാട്ടക്കാരായി. നിന്റെ 5 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ അപ്പനും അമ്മയും നിന്നെ വളർത്തിയത് കറക്റ്റ് അല്ലെങ്കിൽ 5 വയസ്സിനകത്ത് 7 വയസ്സിനകത്ത് നിന്നിൽ എന്ത് വളമാണോ ഇട്ടത് അത് മരണം വരെ നിന്നെ ഫോളോ ചെയ്യുമ്പോൾ ആ 25, 30, 40 വയസ്സിൽ മാനസാന്തരപ്പെട്ട് സഭയിൽ വരുന്ന നിന്നെ ദൈവത്തിന്റെ വചനമെന്ന ആ സൂചിയും നൂലും ആ ആളുമൊക്കെ എടുത്ത് വെട്ടി പിളർന്ന് ദൈവവചനകത്തോട്ട് കയറ്റിയിട്ട് നിന്റെ സന്ധി മജ്ജയ്ക്കകത്ത് ഹൃദയത്തിനകത്തിരിക്കുന്ന കയ്പിന്റെ വേരുകളെ, പഴുപ്പുകളെ അതിനൊക്കെ ചുരണ്ടി 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 എടുത്ത് അതിനെ വീണ്ടും കൊണ്ട് അഭിഷേകം കൊണ്ട് സുഗന്ധതൈലം കൊണ്ട് നിന്നെ നിറച്ച് നിന്നെ കൈവച്ച് നിന്നെ കൗൺസിൽ ചെയ്ത് നിന്നെ ഡെലിവറൻസ് ചെയ്ത് നിന്നെ നിത്യതയിൽ എത്തിക്കാൻ ദൈവത്തിന്റെ വചനം. അതാണ് ദൈവവചനം, അതാണ് ശുശ്രൂഷകൻ. അതിനാണ് ദൈവം ഒരു ശുശ്രൂഷകനെ ദൈവം വെച്ചിരിക്കുന്നത്. ആ ശുശ്രൂഷകനെ എഴുന്നേറ്റ് നിന്ന് നിന്റെ തലേ കൈവ, എന്റെ തലേ കൈവയ്ക്കട്ട. പിന്നെ എന്തിനാ വന്നത്? ഇവിടെ ഫാഷൻ പരേഡ് നടക്കുന്നില്ല. എന്നെ ഭൂതമെന്ന് വിളിക്കരുത്. എനിക്ക് മാനസാന്തരം വേണ്ട. ഐ ആം പെർഫെക്റ്റ്. പെർഫെക്റ്റ് ആയവരെ ഈ സഭയിൽ വേണ്ട. പെർഫെക്റ്റ് ആയവർ ആരും ഈ സമൂഹത്തിനെ വേണ്ട. കർത്താവിന് പോലും വേണ്ട പെർഫെക്റ്റ് ആയവർ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ കുറവ്, എനിക്ക് കുറവുണ്ട്, എനിക്ക് നന്നാവണം, എനിക്ക് രക്ഷ പ്രാപിക്കണം, എനിക്ക് നിത്യതയിൽ എത്തണം, എന്റെ ഹൃദയം ഇനി ശരിയാകാനുണ്ട്, എന്റെ സ്വഭാവം ശരിയാകാനുണ്ട്. അത് നിങ്ങൾക്ക് മാത്രമല്ല, പറഞ്ഞ് പ്രസംഗിക്കുന്ന ഞാനും ശരിയാകാനുണ്ട്. നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് നിങ്ങള് മുമ്പിൽ നിന്ന് പ്രസംഗിക്കുന്ന പാസ്റ്ററിനെ ദൈവം വിശുദ്ധമാക്കി വെച്ചിരുന്നില്ല, അത്ര വലിയ വിശുദ്ധനാണ് നമ്മൾ ഫ്രണ്ടിരിക്കുന്നത്. അല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. വചനത്തിന് 2 വായ്ത്തലയാണുള്ളത്. പ്രൈസ് ദി ലോർഡ്. പ്രസംഗിക്കും. ഞാൻ പ്രസംഗിച്ച് എൻ്റെ ലൈഫിൽ കുറെ മാറ്റം ഉണ്ടായത്. ഞാൻ പ്രസംഗിക്കാൻ ശുശ്രൂഷിക്കാൻ കയറിയപ്പോൾ ഞാൻ ലോകത്തിലെ ഏറ്റവും നമ്പർ 1 ഫ്രോഡായിരുന്നു. ആ ഫ്രോഡായ എൻ്റെ അകത്ത് ഓടിച്ചിട്ട് പിടിച്ചിട്ട് ഒരു മാനസാന്തരമില്ലാത്ത എന്നെ ഒറ്റ ദിവസം കൊണ്ട് ദൈവം പ്രവാചകനാക്കി. ഞാൻ ആദ്യമായിട്ട് ദൂത് പറയുമ്പോൾ ഞാൻ പാപം ചെയ്തിട്ട് വന്നിരുന്ന ശുശ്രൂഷിക്കുന്നത്. അപ്പൊ ഞാൻ ദൈവത്തിനോട് ചോദിച്ചു, കർത്താവേ, എന്നെ കൊണ്ട് ഒരിക്കലും നന്നാവാൻ പറ്റാത്ത എന്നെയാണോ ദൈവം തിരഞ്ഞെടുത്തത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പാപത്തിന്റെ അകത്ത് കിടന്ന എന്റെയാണ് അഭിഷേകം വന്നത്. ഞാൻ മാനസാന്തരപ്പെട്ട് നിലവിളിച്ച് ശുദ്ധീകരണം പ്രാപിച്ച് വിശുദ്ധനായി നിന്നപ്പോഴല്ല അഭിഷേകം വന്നത്. ഞാൻ ഈ അഭിഷേകം വേണ്ട, ശുശ്രൂഷയും വേണ്ട, വചനവും വേണ്ട, ഇതൊന്നും വേണ്ട, എനിക്ക് ഇതിന് താല്പര്യമില്ലാതിരുന്നപ്പോൾ എൻ്റെ അകത്ത് ദൈവം ഈ അഭിഷേകം ഇട്ട് ഇട്ടത് എന്താണെന്നറിയാമോ? ഞാൻ ശരിയായിട്ട് മറ്റുള്ളവരെ ശരിയാക്കാന്നല്ല വേദവസ്ഥയില്ല. പ്രൈസ് ദി ലോർഡ്. പത്രോസിനെ ദൈവം എടുത്തു. പത്രോസിനെ ദൈവം തിരഞ്ഞെടുത്തപ്പോൾ പുള്ളിയുടെ കയ്യിൽ വാളുണ്ടായിരുന്നു. ഹല്ലേലൂയ. അപ്പൊ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്, പ്രൈസ് ദി ലോർഡ്, ഈ ഭൂമിയിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മളെല്ലാം കുറവുള്ളവരാ. ഞാനും നിങ്ങളും എല്ലാം കുറവുള്ളവർ. ബലഹീന കറ പുരണ്ട തുണികൾ. ഒരാൾ മാത്രമേ പെർഫെക്റ്റ് ഉള്ളൂ, യേശു മാത്രം. ഹല്ലേലൂയ. വചനം പഠിപ്പിക്കുന്നവനും അത് കേൾക്കുന്നവനും ഒക്കെ ഒരേ ന്യായവിധിയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞിട്ട് നീ മാനസാന്തരപ്പെട്ട നീ നിത്യതയിലെത്തും. ഞാൻ പ്രസംഗിച്ചിട്ട് ഞാൻ കൊള്ളരുതാത്തവനായാൽ ഞാൻ നിത്യ നരകത്തിൽ പോകും. അതാണ് ശുശ്രൂഷ. അവിടെയാണ് ന്യായവിധി ഇരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ കർത്താവ് വന്നു.
നിങ്ങൾ വിചാരിക്കും അയ്യോ പാസ്റ്റർ മാത്രം സ്വർഗത്തിൽ പോകും കർത്താവ് വന്നാൽ. ചിലപ്പോൾ നിങ്ങളെല്ലാം പോകും, ഞാൻ ഇവിടെ നിൽക്കും. കാരണം പാപത്തിന്റെ വലിപ്പച്ചെറുപ്പം നമുക്കറിയത്തില്ല. എവിടെയാണ് കർത്താവ് നമ്മളോട് പിണങ്ങിയിരിക്കുന്നത് നമുക്കറിയത്തില്ല. അതിന് ദൈവവചനം കേട്ടുകൊണ്ടിരിക്കണം. നിന്റെ അകത്തുള്ള പഴുപ്പുകൾ എടുക്കണം, മുറിവുകൾ സൗഖ്യമാകണം. അതിനാണ് മാനസാന്തരത്തിന്റെ ഫലമുണ്ടാകാനാണ് ചർച്ചിനകത്ത് നിങ്ങൾ വന്നിരിക്കുമ്പോൾ ഈ വചനം കേൾക്കുമ്പോൾ നിന്റെ ഹൃദയത്തിനകത്ത് കുത്തുകൊള്ളുകയാണെങ്കിൽ അതിന്റെ അർത്ഥം യേശു നിന്നെ സ്നേഹിക്കുന്നു. നിന്റെ ഉള്ളിലുള്ള ഏതോ ചിലതിനെയൊക്കെ ദൈവം കുത്തിയെടുത്ത് കളഞ്ഞുകൊണ്ടിരിക്കുക. നിന്റെ അകത്തുള്ള ഏതോ ചില അശുദ്ധിയെ, പാപത്തിനെ, മാനസാന്തരപ്പെടേണ്ട ചില മേഖലകളെ പരിശുദ്ധാത്മാവ് തൊടുന്നു. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ചിലത് നിന്റെ അകത്ത് കിടക്കുന്നതിനെ ദൈവത്തിന്റെ ആത്മാവ് ഹല്ലേലൂയ പുട്ടുകുറ്റിക്കകത്ത് നമ്മൾ ഇങ്ങനെ പുട്ടിനെ പുറത്തു വരുന്നത് പോലെ ചിലതിനെ തള്ളി പുറത്താക്കി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതിനാണ് ദൈവവചനം, അതിനാണ് സഭ. നമ്മളെല്ലാം നിത്യതയിൽ പോകാനുള്ള തീവണ്ടിക്കകത്ത് കയറിയിരിക്കുക, ഫ്ലൈറ്റിനകത്ത് കയറിയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് വന്നതുപോലെയാണ് വർഷങ്ങളോളം ഇരിക്കുന്നതെങ്കിൽ വെറുതെ ആണ് സ്വോത്രക്കാഴ്ചയും ദശാംശവും ഇട്ട് ഒരുങ്ങി ചമഞ്ഞ് ഇവിടെ വന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഓരോ ആഴ്ചകളിലും പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്ത് മാനസാന്തരത്തിന്റെ ഫലം നിന്റെ അകത്തുണ്ടായില്ലെങ്കിൽ നീ ഇന്ന് തന്നെ ഈ പരിപാടി മതിയാക്കിയിട്ട് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ പഴയതുപോലെ ജീവിക്കുന്നതാണ് നിനക്ക് നല്ലത്. ഞാൻ പറയട്ടെ, ഒരിക്കലും നിങ്ങൾ മാനസാന്തരപ്പെടാൻ ഒരിക്കലും താല്പര്യം ഇല്ല, എനിക്കതിന് മനസ്സില്ല എങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ഇവിടെ വരരുത്. എനിക്ക് ഒരുപാട് ജനം ഇവിടെ വന്ന്, അങ്ങനെ ഹോൾസെയിൽ വ്യാപാരിയല്ല ഞാനൊരു ഹോൾസെയിൽ ബിസിനസ് നടത്തുന്ന ആളല്ല. ഞാൻ ഈ ചർച്ചയിൽ നിന്ന് 1 രൂപ പോലും സാലറി എടുക്കുന്ന ആളല്ല. ഞാൻ സാലറി കൊടുക്കാറേ ഉള്ളൂ, ഞാൻ സാലറി എടുത്ത് നിൽക്കുന്നവനല്ല. പ്രൈസ് ദി ലോർഡ്. 12 വർഷമായിട്ട് ഞാൻ എൻ്റെ സഹോദരന് സാലറി ഇല്ലാതെ ഈ ശുശ്രൂഷ നടത്തിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് സാലറി, നിങ്ങളൊക്കെ സാലറി തന്നിട്ട് നിർത്തിയ ആളല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, മാനസാന്തരപ്പെടാൻ നിനക്ക് താല്പര്യമുണ്ടോ? രൂപാന്തരപ്പെടാൻ താല്പര്യമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. നിത്യതയെ പോകാൻ താല്പര്യമുണ്ടോ? സൗഖ്യമാകാൻ താല്പര്യമുണ്ടോ? നിന്നെ തന്നെ ഏൽപ്പിക്കാൻ നിനക്ക് താല്പര്യമുണ്ടോ? ഹല്ലേലൂയ. നിനക്ക് പുതുതായി പലതും പ്രാപിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ നീ ഞായറാഴ്ച എഴുന്നള്ളാവൂ. ഹല്ലേലൂയ. ആരെയും ബോധിപ്പിക്കാൻ വേണ്ടി നീ വരരുത്. 5 പേരുണ്ടെങ്കിൽ ഞാൻ ശ്രദ്ധിക്കും, 2 പേരുണ്ടെങ്കിൽ ശ്രദ്ധിക്കും. കൺവെൻഷനിൽ പ്രസംഗിക്കുക പോലെ ശ്രദ്ധിക്കും. ആളിന്റെ പെരുപ്പത്തിലല്ല. കുറേ എണ്ണം ഇവിടെ വന്ന് കടന്നിട്ട് എല്ലാം കൂടെ അടിയും ബഹളവും കലക്കവും നിലകവും അങ്ങനെയുള്ളതിനെ കൊണ്ട് നടന്നിട്ട് കാര്യമില്ല. ഉള്ളത് വൃത്തിയായിട്ടിരിക്കണം. അത് 5 പേരാണെങ്കിലും ശരി തന്നെ, 10 പേരാണെങ്കിലും തന്നെ മനസ്സമാധാനം തരുന്ന വ്യക്തികളായിരിക്കണം. അവർ മാനസാന്തരത്തിന് വേണ്ടി വരണം. അല്ലാതെ ഇവിടെ ആരും ഭരിക്കാൻ വരണ്ട, ഇവിടെ ആരും ഒന്നിനും വരണ്ട. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നെ ആരും മാനസാന്തരപ്പെടുത്താൻ ഇവിടെ വരണ്ട. ഹല്ലേലൂയ. എന്നെ മാനസാന്തരം, ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ഞാൻ മാനസാന്തരപ്പെടും. നിങ്ങൾക്ക് മാനസാന്തരപ്പെടണമെങ്കിൽ മാത്രം ഇവിടെ വന്നാൽ മതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ 2 തരത്തിലുള്ള മാനസാന്തരം. ഒന്ന് പാമ്പിന്റെ, 2 കഴുകന്റെ. മൂന്നാമത്തെ ഏതാണ്? പുഴു. എന്താണ് പുഴു? പുഴു തിന്നുകൊണ്ട് നടക്കുന്ന എന്താ? പുഴു തിന്നുകൊണ്ട് നടക്കുന്ന എന്താ? മണ്ണ്. ഹല്ലേലൂയ. പുഴു എന്ന് പറഞ്ഞാൽ മണ്ണ് എന്തെന്ന് ഇങ്ങനെ നടക്കും അല്ലേ? പെട്ടെന്നൊരു ദിവസം ഇതൊരു കൂട് കൂട്ടി അതിനകത്തിരിക്കും അല്ലേ? മണ്ണ് തിന്നുകൊണ്ട് കിടക്കുന്ന നമ്മള് ഈ ലോകത്തിന്റെ ജഡത്തിന്റെ മണ്ണിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ, ആ വ്യക്തിക്ക് പെട്ടെന്നൊരു മാനസാന്തരം വരുമ്പോൾ ഒരു കൂടിനകത്ത് കയറുന്നു. ആ കൂടിനകത്ത് കയറിയിരുന്ന് കുറച്ച് ദിവസം കഴിയുമ്പോൾ പുഴുവായിട്ടല്ല തിരിച്ചു വരുന്നത്. അതിൻ്റെ രൂപം മാറുന്നു, അതിൻ്റെ സ്വഭാവം മാറുന്നു, അതിൻ്റെ ആഹാരം തിന്നുന്ന രീതി മാറുന്നു, അത് ഇഴഞ്ഞു നടന്നത് പറക്കുന്നു. അതാണ് ചിത്രശലഭം. ഹല്ലേലൂയ. മണ്ണ് നിന്നുകൊണ്ട് നടന്നു, ഇഴഞ്ഞു നടന്നു. പക്ഷേ യഥാർത്ഥ മാനസാന്തരം വന്നപ്പോൾ കൂട്ടിനകത്ത് കയറി വെളിയിൽ വന്നപ്പോൾ ആരും കണ്ട് മോഹിച്ചു പോകുന്ന ഒരു മനോഹര ചിത്രശലഭമായി മാറി. ഇപ്പോൾ അത് മണ്ണ് തിന്നാനല്ല പോകുന്നത്, അത് തിന്നാൻ പോകുന്നത് ഹണിയാണ്, തേന്. ഇതാണ് റിയൽ റിപ്പന്റൻസ്, മാനസാന്തരം. മണ്ണിനും ഈ ലോകത്തിനും പ്രാധാന്യം കൊടുത്ത് ലോകകാര്യങ്ങളും പറഞ്ഞ് ഇന്ന് ഇവിടെ നടക്കുന്ന ലോകകാര്യങ്ങൾ പറഞ്ഞ് നടക്കുന്ന വ്യക്തികളെ അല്ല ദൈവത്തിന് മാനസാന്തരം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഉയരത്തിലുള്ളത് ചിന്തിക്കുന്ന
പറക്കുന്ന ജനരേ, പരിശുദ്ധാത്മാവ് അതാണ് നിനക്ക് വേണ്ട മാനസാന്തരം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവസഭയ്ക്കകത്ത് വന്ന പരിശുദ്ധാത്മാവിന് ഒന്നാം സ്ഥാനം കൊടുക്കണം. നീ അഭിഷേകം പ്രാപിക്കാത്തവനാണെങ്കിൽ നീ അഭിഷേകം പ്രാപിക്കണം. അതിനാണ് ദൈവസഭ. അതാണ് പൗലോസും പത്രോസും പറഞ്ഞ, നിങ്ങൾ മാനസാന്തരപ്പെട്ടിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാനല്ല ചിലര് വരുന്നത്. അവന്റെ പെണ്ടാട്ടിയും കൊണ്ട് ഇങ്ങനെ വരുന്നു, അവരിരുന്ന് ആത്മാവിൽ തുള്ളുന്നു, അവൻ വേറെ എവിടെയെങ്കിലും ചെന്ന് കോമഡി അടിച്ച് പൃഥ്വിരാജിന്റെ കഥയും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ലോ ക്ലാസ്സുകളെ കാലുമടക്കി അടിക്കുന്നവനാണ് ശ്രീജു. പ്രൈസ് ദി ലോർഡ്. ഞാനിവിടെ കഷ്ടപ്പെട്ട് കർത്താവിന്റെ രക്തം കൊടുത്ത് സഭ വെച്ചിരിക്കുന്നത് അവിടെ ഇവിടെ കിടക്കുന്ന ഇവനൊക്കെ വന്ന് ഇവിടെ അവന്റെയൊക്കെ ഇഷ്ടത്തിന് ഇതിനകത്ത് കയറിയിരിക്കാനല്ല. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പറയുന്നത് കേൾക്കാനായി ഇതിനകത്ത് വരുന്നത് എത്ര വലിയവനാണെങ്കിലും. അല്ലാത്തവൻ വെളിയിൽ വല്ല മാർക്കറ്റ് ചെന്നിരിക്കണം. ഹല്ലേലൂയ. ഈ സഭ എന്ന് പറയുന്നത് യേശുവിന്റെ സഭയാണ്. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവുള്ള സഭ, യേശുവിന്റെ രക്തം കൊടുത്തെടുത്ത സഭ. ഇതിനകത്ത് കാന്തയാണ്. നീ ആരാണ്? യേശുവിന് വേണ്ടി സെപ്പറേറ്റ് ചെയ്യപ്പെട്ട വ്യക്തി. നീ ആരാണ്? നീ ദൈവത്തിന് വേണ്ടി സെപ്പറേറ്റ് ചെയ്യപ്പെട്ട വ്യക്തി. പറഞ്ഞാട്ടെ, ഞാൻ ദൈവത്തിന് വേണ്ടിയുള്ളവൻ. ഞാൻ ദൈവത്തിന് വേണ്ടിയുള്ളവൻ. ദൈവം എന്നെ സെപ്പറേറ്റ് ചെയ്തത് ദൈവത്തിന് വേണ്ടിയാണ്. ആ ദൈവത്തിന് ഒരു ഉദ്ദേശം നിന്നെ കൊണ്ട് എന്താണെന്നാണ്, നീ അഭിഷേകം പ്രാപിക്കണം. പരിശുദ്ധാത്മാവിനാൽ നീ നിറയണം. ആത്മാവിൽ നിറയണം. നിത്യത പ്രാപിക്കണം. അതിനാണ് സഭ എന്ന് പറയുന്നത്. അങ്ങനെ നീ ചിത്രശലഭം പോലെ മാറണം. നീ നല്ലതേ ഭുജിക്കാവൂ, നല്ലതേ കേൾക്കാവൂ. നീ ഇഴയരുത്, നീ പറക്കണം. ഓട്ടോയിൽ വരുന്നവൻ, സൈക്കിളിൽ വരുന്നവൻ ഫ്ലൈറ്റ് വാങ്ങിക്കുന്ന നിലവാരത്തിൽ എത്തിക്കുന്ന ഒരു ദൈവത്തിന്റെ പ്രവൃത്തി. ഹല്ലേലൂയ. ഉയരങ്ങളിൽ എത്തിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി. അതാണ് ഒരു സഭയ്ക്കകത്ത് നടക്കുന്നത്. അതാണ് പറഞ്ഞത്. അതുകൊണ്ട് മാനസാന്തരം പുഴുവിനെ പോലെ, അടിയനിതാ എന്ന് പറഞ്ഞ അടിയനിതാ, കർത്താവേ അടിയനിതാ, ഞാൻ മാനസാന്തരപ്പെട്ട ദൈവഫലം കായ്ക്കുവാൻ അടിയനെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുകയാണ്. യേശുവേ, എന്നോട് കരുണ തോന്നണമേ എന്ന് നീ നിലവിളിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ അതാണ് മാനസാന്തരം. മോശയുടെ ജീവിതം 40 വർഷം മരുഭൂമിക്കകത്ത് കിടന്ന് ഹൃദയം വരെ കഠിനമായി പോയി. ഇനി ഒരു ഹോപ്പില്ല, പ്രത്യാശയില്ല, എല്ലാം തകർന്നു തീർന്നു. അപ്പോഴാണ് സ്വർഗത്തിലെ ദൈവം അന്ന് വരെ കണ്ട ഒരു മുൾപടർപ്പ് കത്തുന്നത് കണ്ടത്. ഹല്ലേലൂയ. ഇന്ന് വരെ ആ മുള്ളിനെ ആരും നോക്കിയിട്ടില്ല, മോശ പോലും മൈൻഡ് ചെയ്തിട്ടില്ല. പക്ഷേ അന്ന് അവിടെ ഒരു തീ ഇറങ്ങുന്നു മുൾപടർപ്പിൽ. ആ കത്തുന്ന തീയെ കണ്ട് ഓടിച്ചെന്ന മോശയോട് ദൈവം പറയുകയാണ്, മോശേ, മോശേ, കഴിഞ്ഞ നാളുകളിൽ നീ ഇട്ടോണ്ടിരുന്ന ആ ചെരുപ്പിനെ ആദ്യം അഴിച്ചുകളാ. നിന്റെ പഴയ ചരിത്രങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇതാ പുതിയ ചപ്പൽ നിനക്ക് ഞാൻ തരാൻ പോകുന്നു. ഒരു സുവിശേഷത്തിന്റെ ചപ്പൽ, ഒരു സുവിശേഷത്തിന്റെ അധികാരം, ഒരു ശുശ്രൂഷയുടെ അഭിഷേകം നിന്റെ അകത്ത് ഞാൻ ഇടാൻ പോവുകയാണ്. പഴയതിനെ ആത്മാവിൽ ഞാൻ എടുത്തു കളയുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മോശ ഞെട്ടിപ്പോ മോശ പറഞ്ഞു, അയ്യോ ഞാൻ വിക്കനാണ്. ഒരു വാക്ക് പറഞ്ഞാൽ 2 കിലോമീറ്റർ കഴിയും, 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത വാക്ക് വരൂ. കർത്താവ് പറഞ്ഞു, എനിക്ക് എല്ലാം തികഞ്ഞവനെ വേണ്ട. ചില ആൾക്കാർ എല്ലാം തികഞ്ഞവനാ, പെർഫെക്റ്റ്, ഐ ആം പെർഫെക്റ്റ്, ഐ ആം പെർഫെക്റ്റ് എന്ന് നടക്കുന്നത്. ഐ ആം പെർഫെക്റ്റ് എന്ന് പറയുന്ന ഒരുത്തനെയും കർത്താവിനെ വേണ്ട. ഹല്ലേലൂയ. മോശ പറഞ്ഞു, എൻ്റെ അഹരോൻ, എൻ്റെ സഹോദരൻ പെർഫെക്റ്റാ. അവനെപ്പോലെ നല്ല സംസാരിക്കുന്ന ആരുമില്ല. അവൻ നല്ല പെർഫെക്റ്റാ. കർത്താവ് പറഞ്ഞു, അയ്യോ എനിക്ക് വേണ്ട. അങ്ങനെ അവനെ വേണമായിരുന്നെങ്കിൽ ഞാൻ അവിടെ ഇറങ്ങിയേനെ. ഈ മരുഭൂമിയിൽ കറുത്തിരുണ്ട് 40 വർഷം കൊണ്ട് ഒരു ഉണക്കവടിയും കൊണ്ട് നടക്കുന്ന നിന്റെ അടുത്ത്, വിക്കനായ നിന്റെ അടുത്ത് ഞാൻ വന്നത് അറിഞ്ഞുകൊണ്ട് വന്നതാ. എനിക്ക് പെർഫെക്റ്റ് ആയവനെ വേണ്ട, എനിക്ക് കുറവുള്ളവനെ വേണം. ആ കുറവിന്റെ അകത്ത് എന്റെ കൃപ പകരും. എല്ലാം തികഞ്ഞവനെയല്ല എനിക്ക് വേണ്ടത്, കുറവുള്ളവനെയാണ് വേണ്ടത്. അതാണ് ഗ്രേസ്, അതാണ് കൃപ. ഇന്ന് പകൽ ദൈവം തിരഞ്ഞെടുക്കുന്നവരാരും പെർഫെക്റ്റ് അല്ല. പൗലോസ് പ്രാർത്ഥിച്ചു, കർത്താവേ എന്റെ ഈ രോഗം മാറ്റണമേ, എന്റെ ഈ കുറവ് മാറ്റണമേ. ദൈവം പറഞ്ഞു, എന്റെ കൃപ നിനക്ക് മതി. ദൈവകൃപ വേണോ? ദൈവകൃപ ആവശ്യമുണ്ടോ? പെർഫെക്റ്റ് ആയവർക്ക് ദൈവകൃപ ഇല്ല. ദൈവകൃപ വ്യാപരിക്കുന്നത് കുറവുള്ളവനാ. നീ ഒരു കുറവുള്ളവനാണോ? നീ ആർക്കും വേണ്ടാത്തവനാണോ? നീ തള്ളപ്പെട്ടവനാണോ? നീ അയോഗ്യനാണോ എന്ന് നീ സ്വയം ചിന്തിക്കുകയാണെങ്കിൽ ആത്മാവ് എന്റെ കൃപ നിന്റെ മേൽ വരും. എന്റെ കൃപ നിനക്ക് മതി. ഹല്ലേലൂയ.
മോശയെ ദൈവം പറഞ്ഞു, മോശ നിന്റെ വിക്കൊക്കെ അവിടെ ഇരിക്കട്ടെ, ഞാൻ നിന്നെ നിന്റെ വായാക്കാൻ പോവുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് പകൽ നിങ്ങളോട് ദൈവാത്മാ പറയുകയാണ്, ദൈവത്തിന്റെ വായായി ചിലരെ ഇതിനകത്ത് നിന്ന് ദൈവം ഈ സീസണിൽ പുറത്തു കൊണ്ടുവരാൻ പോവുക. നീ ദൈവത്തിന്റെ വായായി മാറും. നിന്റെ കുറവുകളൊക്കെ അവിടെ ഇരിക്കട്ടെ, എന്നാൽ എൻ്റെ ദൈവം നിന്നെ തിരഞ്ഞെടുക്കുന്നത് കുറവില്ലാത്തവനായി. എൻ്റെ ദൈവത്തിന്റെ പ്രവൃത്തി നീ കാണാൻ പോവുകയാണ്. ഒരു ദൈവ ശബ്ദമായി നിന്നെ ദൈവം മാറ്റാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം. ആ മുൾപടർപ്പ് നിന്ന് കത്തുകയാ. മുള്ള് കത്തുന്നു, വെന്തു പോകുന്നില്ല. ഇത് വേവിക്കുന്ന വെന്തു പോകുന്ന തീയല്ല, ഇത് നിന്നെ മാളിനെ മാറ്റുന്ന ഒരു തീയാണ്. നിന്നെ ഭയപ്പെടുത്തുന്ന തീയല്ല, ഇത് നിന്നെ ആകമാനം ചേഞ്ച് ചെയ്യുന്ന ദൈവത്തിന്റെ തീയ. ആ ദൈവത്തിന്റെ ആ അന്ത്യകാല അഭിഷേകം എന്ന് പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ മോശയെ ദൈവം തിരഞ്ഞെടുത്ത് 400 സംവത്സരമായി അടിമത്ത നുകത്തി കിടന്ന ഈ ജനം അവരെന്താ തിന്നുകൊണ്ടിരുന്ന അറിയാമോ? വേറെ വചനം, ആ വചനം എടുക്കുന്നില്ല. ചിറ്റുള്ളി, ഉള്ളി, വെളുത്തുള്ളി, ഇതുപോലെയുള്ള ഉള്ളിയൊക്കെ തിന്നുകൊണ്ട് കിടക്കുക 400 വർഷമായിട്ട്. പ്രൈസ് ദി ലോർഡ്. ശാപം പിടിച്ച്, ദാരിദ്ര്യം പിടിച്ച്, വസ്ത്രവും ഇല്ല, ഭക്ഷണവും ഇല്ല, ഉള്ളിയും തിന്ന് ഒട്ടന്മാര്, പണ്ട് നമ്മുടെ ഒട്ടന്മാരൊക്കെ വരുമെന്നല്ലോ, ഈ ഒട്ടത്തികൾ ഒട്ടന്മാരും വരുമായിരുന്നു പണ്ട്, മറ്റേ കാർഡും കൊണ്ട്. അപ്പോഴും അവർ ചോദിക്കും ഉള്ളി ഉണ്ടാന്ന് ചോദിക്കും, നമ്മൾ ഉള്ളി കൊടുക്കും, 2 3 രൂപയും കൊടുക്കും പണ്ടത്തെ കാലഘട്ടം. അതുപോലെ ഒട്ടന്മാരെ പോലെ അടിമനുഖത്തിനകത്ത് ഉള്ളിയും തിന്ന് കിടന്ന ഇവനെയൊക്കെ എൻ്റെ ദൈവം 400 സംവത്സരം കഴിഞ്ഞപ്പോൾ അഭിഷിക്തനെ വിട്ട് കെട്ടടിച്ച് പുറത്ത് കൊണ്ടുവന്ന് മരുഭൂമിയിലോട്ട് നടത്തിയപ്പോൾ യവന്മാരുടെ അകത്തുള്ള ഈ കൊഴുപ്പെല്ലാം കൂടെ ചാടി വെളിയിൽ. പിന്നെ അവർ പറഞ്ഞു, എനിക്ക് അപ്പം വേണം, എനിക്ക് ഇറച്ചി വേണം. 400 സംവത്സരമായിട്ട് ഇവന്മാർ ഉള്ളി നിന്നുകൊണ്ട് നടന്നവരാ. ഇതാണ് ചിലരുടെ പ്രശ്നം, നന്ദിയില്ല. ഐസിക്കകത്ത് നിന്ന് ചാടി ദൈവം സൗഖ്യമാക്കി വെളി ഇറക്കിയാലും അവിടുന്ന് വെളി വന്ന് ഒരാഴ്ച കഴിയുമ്പോൾ ഒറിജിനൽ സ്വഭാവം കാണിക്കും, സർപ്പം പോലെ. ഹല്ലേലൂയ. ചത്ത് മണ്ണടിക്ക് വേണ്ട സമയം കഴിഞ്ഞു, പക്ഷേ കർത്താവ് ജീവൻ കൊടുത്താലും ചാടി പിന്നെ ഇറങ്ങി അഭ്യാസം കാണിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിനെ എപ്പോഴും സംഹരിക്കാൻ കാരണം മനുഷ്യന്റെ നിഗളമാണ്, മനുഷ്യന്റെ അഹങ്കാരവും മനുഷ്യന്റെ നിഗളം. നിഗളികളോട് ഞാൻ എതിർത്ത് നിൽക്കുന്നു. നിഗളികളോട് ദൈവം പറഞ്ഞ ഒരുപാട്, നിഗളികളോട് ഞാൻ എതിർത്ത് നിൽക്കുന്നു. ഞാൻ എന്ന ഭാവത്തോടെ, അഹങ്കാരത്തോടെ, നിഗളത്തോടെ നീ എവിടെയൊക്കെ ദൈവത്തിന്റെ നാമത്തിന് വിരോധമായി നിൽക്കുന്നുവോ, ദൈവമാണ് നിന്നോട് എതിർത്ത് നിൽക്കും, മനുഷ്യനല്ല. ഒരു മനുഷ്യനും നിന്നോട് എതിർക്കാൻ വരത്തില്ല, പക്ഷെ ദൈവം നിന്നോട് എതിർത്ത് നിൽക്കും. ഹല്ലേലൂയ. ഈ മനുഷ്യരോട് ദൈവം എതിർത്ത് നിന്നു. അവരോട് പറഞ്ഞു 40 ദിവസം കൊണ്ട് എത്തേണ്ടതാ. എത്ര ദിവസം കൊണ്ട്? 40 ദിവസം കൊണ്ട് കനാൻ ദേശത്ത് എത്തേണ്ട ജനം 40 വർഷം എടുത്തു. എന്താ കാരണം? ദൈവത്തിന്റെ കുറ്റമാണോ? കാരണം എന്താ? ദൈവമാണോ? അല്ല. ഇവന്റെ പെറുവിറുപ്പ്, ഇവന്റെ നിഗളം, ഇവന്റെ അഹങ്കാരം, ഇവന്റെ എടുത്തുചാട്ടം, ഇവന്റെ വെപ്രാളം, ഇവന്റെ പരകാര്യത്തിലുള്ള ഇടപെടല്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവന്റെ മർമറിങ്, ഇവന്റെ പെറുവിറുപ്പ്, ഇവന്റെ പരസംഘം, ഇവന്റെ അത്യാഗ്രഹം, ഇതെല്ലാം കൊണ്ട്. അതാണ് 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം എടുത്ത് വായിക്കുക. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. 1 മുതൽ വായിക്കുക പെട്ടെന്ന്. മേഘത്തിൻ കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തിലൂടെ കടന്ന്, എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീക ആഹാരമാണ് കഴിച്ചു കേട്ടോ. എല്ലാവരും ഒരേ ആഹാരം, ആത്മീക ആഹാരം, വചനം. എല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ചു. എല്ലാവരും ഒരേപോലെയാണ് കുടിച്ചത്. അവരെ അനുഗ്രഹിച്ച് ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. എല്ലാവരും ഒരേ ക്രിസ്തുവിൽ നിന്നാണ് കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. എങ്കിലും എല്ലാവരും ഒരേ ശുശ്രൂഷ അനുഭവിച്ചത്, പക്ഷെ ദൈവം ചിലരിൽ പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു. മരുഭൂമിക്കകത്ത് ദൈവം തള്ളിക്കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. നമുക്കൊരു ഉദാഹരണമാണ്. പുതിയ നിയമത്തിനകത്ത് എഴുതിയ പഴയതിലല്ല, എഴുതിയിരിക്കുകയാണ്. ഒരേ ആത്മീകാഹാരം, ഒരേ ആരാധന, ഒരേ പ്രാർത്ഥന, ഒരേ ശുശ്രൂഷകൾ, ഒരേ വചന ശുശ്രൂഷ, പക്ഷേ
അവരുടെ കയ്യിലിരിപ്പ് ശരിയല്ലാത്തത് കൊണ്ട് അവരെ ദൈവം അവരിൽ പ്രസാദിക്കാതെ അവരെ മരുഭൂമിയിൽ തള്ളിക്കളഞ്ഞത് ഒരു ദൃഷ്ടാന്തമായി, ഒരു ഉദാഹരണമായി നിന്റെ ഹൃദയത്തിനകത്ത് ഇന്ന് പകൽ നീ എടുക്കണം. അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികൾ ആകാതിരിക്കേണ്ടതിന് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള അവരുടെ ദുർമോഹങ്ങൾ പോലെ നീ മോഹിക്കരുത്. ജനം തിന്നുവാനും കുടിക്കുവാനും ഇരുന്നു. അവർക്ക് തീറ്റയും കുടിയും എന്നുള്ള ചിന്തയേ ഉള്ളൂ. കളിക്കുവാൻ എഴുന്നേറ്റു. അവർക്ക് തിന്നണം, കുടിക്കണം, കളിക്കണം, കളി പറയണം, തമാശ പറയണം, കോമഡി പറയണം. ഇങ്ങനെയുള്ളവനൊക്കെ മരുഭൂമി തട്ടിപ്പോകുന്നത് എന്ന് എഴുതിയിരിക്കുന്ന പ്രകാരം അവരിൽ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹാരാധികൾ ആകരുത്. വിഗ്രഹങ്ങളെ ആരാധിച്ചുകൊണ്ടിരുന്ന ജാതികളുടെ സ്വഭാവം ദൈവസഭയ്ക്കകത്ത് കയറി കാണിക്കരുത്. നിന്റെ പണ്ടത്തെ സ്വഭാവം നീ സഭയ്ക്കകത്ത് കയറി കാണിക്കരുത്. അവരിൽ ചിലർ പരസംഗം ചെയ്ത് ഒരു ദിവസത്തിൽ 23,000 അവര് പരസംഗം തന്നെ എല്ലാം കൂടെ ഒരുമിച്ചൊരു ഗ്രൂപ്പായിട്ട് ദൈവത്തിന്റെ സഭ അഭിഷിക്തനായ മോശയ്ക്ക് വിരോധമായി എന്ത് ചെയ്തു? കോരഹ് പുത്രന്മാരൊരു ഗ്രൂപ്പായിട്ട് അങ്ങ് എഴുന്നേറ്റു. ദൈവം ആരെ വിളിച്ചത്? ദൈവം ആരെ അപ്പോയിന്റ് ചെയ്തത് സഭയെ മുന്നോട്ട് കൊണ്ടുപോകാൻ? മോശയെ. പക്ഷേ മോശ ശുശ്രൂഷ ചെയ്ത് ലീഡ് ചെയ്ത് മുന്നോട്ട് പോയപ്പോൾ ഒരു ഗ്രൂപ്പ് ആൾക്കാർ പറയുകയാണ്, ഞങ്ങളും ലീഡറാ, ഞങ്ങളുടെ പേരും അഭിഷേകമുണ്ട്, ഞങ്ങളും ദൂത് കേൾക്കും, ഞങ്ങളും ദൈവസാന്നിധ്യം ദൂരെ നിന്ന് കാണുന്നുണ്ട്, കുറച്ചൊക്കെ ഈ ഇടിമിന്നൽ പോലെ ചില ഞെട്ടലും വിറയിലൊക്കെ ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്കും ഭരിക്കണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കോരഹ് പുത്രന്മാര് അപ്പൊ പെട്ടെന്ന് ദൈവത്തിന്റെ മഹത്വത്തോടെ ഇറങ്ങിയിട്ട് ദൈവം പറഞ്ഞു, മോശേ ആ കോരഹും അവന്റെ കൂടെയുള്ളവന്മാരുടെ എല്ലാവരുടെ കൂടാരത്തിന്റെ അടുത്ത് നിന്നും മറ്റുള്ളവരുടെ എല്ലാം മാറാൻ പറഞ്ഞു. ദൈവം സംഹാരകനായി ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, എന്റെ അഭിഷിക്തന് വിരോധമായി സഭ കൂടി ഗ്രൂപ്പ് കൂടിയ ഈ കോരഹപുത്രന്മാരുടെ വീടിനടുത്ത് നിന്ന് എല്ലാവരും ഓടിക്കോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ ഇവരുടെ നടുവിൽ ഒരു സംഹാരം ചെയ്യാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പകല് ഞാൻ പറയട്ടെ, പല കോരഹിന്റെ പുത്രന്മാർ കൂടെ നിന്നില്ല കേട്ടോ. പുത്രന്മാർ രക്ഷപ്പെട്ടു. കോരഹും അവന്റെ കൂടെ കൂടിയവന്മാരെല്ലാവരും ഒരു ഗ്രൂപ്പായിട്ട് അവരെ നിന്ന് മാറാൻ പറഞ്ഞു. ദൈവാത്മാവ് പറയുക, ഇന്നും പറയുകയാണ്, കോരഹിന്റെ പരിപാടി എന്തെന്നറിയാമോ? കോരഹിന്റെ വഴിയിൽ നീ നടക്കരുത്. നിന്റെ നാശം അടുക്കുമ്പോഴാണ് നീ നടക്കുന്നത്. നിന്റെ നാശം അടുത്തു, അതാകുമ്പോഴാണ് മരിക്കാറാകുമ്പോഴാ ചിലവന്മാർ മാനസാന്തരം ഇല്ലാതെ നടക്കുന്നത്. കർത്താവ് യൂദയോട് ഒരു കാര്യം പറഞ്ഞു, നീ ചെയ്യാനുള്ളത് ഭക്ഷണം നിന്ന് വൃത്തിയായിട്ട് തിന്നോണ്ട് പെട്ടെന്ന് ചെയ്യാൻ പറഞ്ഞു. കർത്താവ് അവനോട് പറഞ്ഞില്ല, മാനസാന്തരപ്പെട്ട് യൂദയെ നീ തൂങ്ങിച്ചാവേണ്ടി വരുമെന്നൊന്നും പറഞ്ഞില്ല. നീ എത്രയും വേഗം ഉള്ള ഫുഡും കഴിച്ചിട്ട് പോയി എന്നെ ഒറ്റി കൊടുറാന്ന് പറഞ്ഞു. അപ്പൊ ഈ സഭയ്ക്കകത്ത് ഇതിനകത്ത് ഇപ്പോഴും ഒറ്റി കൊടുക്കുന്നവന്മാരുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. വൃത്തിയായിട്ട് തിന്നോണ്ട് നീ പെട്ടെന്ന് അത് ചെയ്തോ, നിന്റെ കാര്യം തീരാൻ പോവുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിന്റെ അവസാനം അടുത്തെന്ന് ആത്മാവ് ഞാൻ വിളിച്ചു പറയുക. ഈ ആലയത്തിനകത്ത് ഇരുന്നിട്ട് വൃത്തിയായിട്ട് ആത്മീക ആഹാരവും തന്ന ഫുഡും അടിച്ചിട്ട്, ഹല്ലേലൂയ, സ്തോത്രം, ഈ ആത്മീക ശുശ്രൂഷയ്ക്ക് വിരോധമായി നിൽക്കുന്ന നിന്റെ അവസാനത വന്നു കഴിഞ്ഞിരിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. അതാ ദൈവം പറഞ്ഞ അങ്ങനെ അങ്ങ് മാറിയിരിക്കാൻ പറഞ്ഞു. അങ്ങ് മാറിക്കൊള്ളണം കേട്ടോ. കോരഹുത്രന്മാർക്ക് കൈ കൊടുക്കരുത്. അവൻ ഫോൺ ചെയ്ത് സംസാരിക്കാൻ കാതും വെച്ചിരിക്കരുത്. ഇതൊക്കെ അഴിവിപ്പുഴുത്തുള്ള കാതാണ് നിന്റേത്. ഇന്ന് നല്ലത് കേട്ടാ കൊള്ളാം. ഹല്ലേലൂയ, സ്തോത്രം. നീ കാത് കൊടുക്കരുത്, നീ കൈ കൊടുക്കരുത്, നീ മാറിക്കോളണം. ഇന്ന് പകല് കോരഹപുത്രന്മാരുടെ അവസാനം വന്നിരിക്കുകയാണ്. ന്യായവിധി വെളിപ്പെടാൻ പോവുകയാണ്. ഭൂമി രണ്ടായിട്ട് അങ്ങ് പിളർന്ന് ഒറ്റ സെക്കൻഡ് കൊണ്ട് അവരങ്ങ് തീർന്നു പോയി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 40 വർഷം എടുത്തു ഇവരെല്ലാം വെട്ടിക്കൊന്ന കുഴിച്ചു മൂടിയിട്ടാണ് ഒരു കൂട്ടം പേരെയും കൊണ്ട് കനാൻ ദേശത്ത് കയറിയത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വഴിയെ പോണ അനർത്ഥവും വയ്യാവേരികളെയും വഴിയെ പോണതിനെ നികളം കയറി ആങ്കാരം കയറി രക്തക്കൊഴുപ്പ് കയറി ചാടിപ്പിടിച്ചാൽ നിന്റെ കാര്യം അങ്ങനെ ആകും. എന്നാൽ അതിനല്ല ദൈവം നിന്നെ വിളിച്ചത്. നീ കനാൻ ദേശത്തെത്താനാ, നിത്യതയിലെത്താനാ ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. നീ കോരഹപുത്രന്മാരുടെ വഴി നടക്കരുത്. ബിലയാമിന്റെ വഴിയിൽ നീ നടക്കരുത്. കൂലി മോഹിച്ച് മറ്റുള്ളവർക്ക് നീ ഒറ്റുകൊടുക്കുന്നവനെ നടക്കരുത്. പണം മോഹിച്ച് ഊതയെ പോലെ ഒറ്റുകൊടുക്കുന്നവനെ നടക്കരുത്. ബിലയാമിന്റെ വഴി നടക്കരുത്. നിന്നെ കുഴിച്ചു മൂടാൻ പോലും ഒരു അഭിഷിക്തം വരാത്തൊരു സാഹചര്യം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകും. അത് ഉണ്ടാവാതിരിക്കേണ്ടതിന് ഇന്ന് പകല് ആത്മാവ് ഞാൻ പറയുകയാണ്, കോരഹപുത്രന്മാരോട് നീ നടക്കരുത്. പ്രൈസ് ദി ലോർഡ്,
ഹല്ലേലൂയ, സ്തോത്രം. അഭിഷിക്തന്മാരും വിശുദ്ധന്മാരും കോരപുത്രന്മാരുടെ കൂടെ നടന്നാൽ അവന് ചത്താ പോലും അടക്കാൻ ഒരു അഭിഷിക്തം വരത്തില്ല. പ്രൈസ് ദി ലോർഡ്. അഭിഷിക്തന്മാർ നിന്നെ അടക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. നായ്ക്കളെ പോലെ ആയിരിക്കും നിന്റെ മരണം. അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. അതാ പറയുന്നത്, വചനം പറയുന്നത്, കോരഹപുത്രന്മാർക്ക് നീ കൈ കൊടുക്കരുത്, യൂദയ്ക്ക് നീ കൈ കൊടുക്കരുത്. നീ നടക്കേണ്ടെന്ന വഴി എന്ന് പറയുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ അകത്താണ്. നീ ദൈവം തിരഞ്ഞെടുത്ത അഭിഷിക്തന് വിരോധമായി നീ എഴുന്നേറ്റ് കളിച്ചാൽ അത് നിന്റെ അവസാനത്തെ കളിയാണ്. അതിനൊരു മാറ്റവും ഇല്ല. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും കൂടെ ചേർന്ന് ഈ പരിപാടികളൊക്കെ ചെയ്തപ്പോൾ അപ്പോഴാണ് ദൈവം ഇറങ്ങി വന്നത്. ദൈവം പറഞ്ഞു, ഈ മത്സരികളുടെ നടുവിൽ നിന്നും, ഈ സ്ഥാനമോഹികളായവരുടെ നടുവിൽ നിന്നും, അധികാര കൊതിയന്മാരുടെ നടുവിൽ നിന്നും നീ 12 ഗോത്രങ്ങളെയും കൊണ്ട് അവരുടെ വടിയുമായിട്ട് വരാൻ പറയാൻ പറഞ്ഞു. 12 വടിയും എടുത്തുകൊണ്ട് ഗോത്രപിതാക്കന്മാർ വന്നു. സ്ഥാനമോഹികൾ, കൊതിയന്മാർ, അത്യാഗ്രഹികൾ, ദൈവം വിളിച്ച് വേർതിരിച്ച അഭിഷിക്തന് വിരോധമായി സംസാരിച്ചവർ എല്ലാവരും വന്നു. വന്നപ്പോൾ പറഞ്ഞു, എല്ലാവന്റെ വടി ഇവിടെ വയ്ക്ക്. നാളെ ഈ നേരത്ത് ഞാൻ തെരഞ്ഞെടുത്തവന്റെ വടി കിളിർത്ത് പൂത്ത് കായ്ക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുപോലെ സംഭവിക്കുകയാണ്. അതുപോലെ എന്താ അങ്ങനെ സംഭവിക്കുന്നത്? കർത്താവിന്റെ ദാസൻ സീനായി മലയുടെ മുകളിൽ ചെന്ന് ഹല്ലേലൂയ ദൈവവുമായിട്ട് സംഭാഷണം ചെയ്ത് 10 കൽപ്പനകൾ എഴുതിക്കൊണ്ടിരുന്നപ്പോൾ താഴെ അഹരോന്റെ നേതൃത്വത്തിൽ അഹരോനെ വെല്ലുവിളിച്ച് ഭീഷണിപ്പെടുത്തി അവരുടെ കയ്യിലും കാലിലും കിടന്ന എല്ലാ കുണുക്കുകളും എടുത്ത് ഒരു കാളക്കിടാവിനെ ഉണ്ടാക്കി, വിഗ്രഹം ഉണ്ടാക്കി, ആരാധിച്ച് നൃത്തം ചെയ്ത്, ആഭാസ നൃത്തം ചെയ്ത് താഴ്വാരത്തിൽ ആരാധിച്ചുകൊണ്ടിരുന്ന, അന്യാരാധന കത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്വർഗത്തിലെ ദൈവം മോശയോട് പറഞ്ഞു, മോശേ നോക്ക്, ഞാൻ കൊണ്ടുവന്ന ജനം നന്ദി കെട്ടവരായി ഗ്രൂപ്പ് കൂടി അന്യാരാധന നടത്തി. ഇതാ അതിന് നേതൃത്വം വഹിക്കാൻ അഹരോൻ നിൽക്കുന്നു. അല്പസമയം മോശ മാറിയതേ ഉള്ളൂ. ഉടനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി, ലീഡറെ തിരഞ്ഞെടുത്ത് ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി. ഈ പറഞ്ഞ ഒരു വെളിവില്ല, വെളിപ്പാടില്ലാത്തവന്റെ ഒക്കെ പുറകെ ദൈവത്തെ അന്വേഷിച്ച് ഇറങ്ങി തിരിച്ചവന്മാര്, ഇന്നലെ ജനിച്ച ഒരു ആത്മനിറവില്ലാത്തവന്മാര് പറയുന്നത് കേട്ട് അവരെ കൂടെ കൂടി. മരിക്കാൻ സമയമാകുമ്പോൾ എല്ലാവരും അത് ചെയ്യും. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? ഭയങ്കര ആരാധന. മോശ ഇറങ്ങി വന്നു. ദൈവം പറഞ്ഞു, ഇപ്പൊ തന്നെ ഇവനൊക്കെ വരും. ദൈവത്തിന് കൊല്ലാനേ അറിയാവോ അന്ന്. ദൈവം പറഞ്ഞു, ഇവനെയൊക്കെ ഇപ്പൊ തന്നെ തീർക്കാം. അല്ല, കർത്താവ് പറഞ്ഞു വേണ്ട. മോശ പറഞ്ഞു വേണ്ട, ഞാൻ ഇടിവിൽ നിൽക്കുകയാണ്, തുടരുത്. പ്രൈസ് ദി ലോർഡ്. ഇറങ്ങി വന്ന മോശ ഈ ജനത്തിനോട് പറഞ്ഞു, എന്റെ പക്ഷത്തുള്ളവൻ ഇന്ന് പിന്നെ വരണം, ദൈവത്തിന്റെ പക്ഷത്തുള്ളവൻ വരട്ടെ. ഇന്ന് പകൽ ആത്മാവ് നിങ്ങളോടും പറയാണ്, ഈ സഭയ്ക്കകത്ത് ദൈവത്തിന്റെ പക്ഷത്തുള്ളവൻ കിളിർക്കാൻ പോകുന്നു, ദൈവത്തിന്റെ പക്ഷത്തുള്ളവൻ വളരാൻ പോകുന്നു, ദൈവത്തിന്റെ പക്ഷത്തുള്ളവൻ പൂക്കാൻ പോകുന്നു, ദൈവത്തിന്റെ പക്ഷത്തുള്ളവൻ ബദാം പോലെ ആകാൻ പോകുന്നു. പിശാചിന്റെ പക്ഷത്തുള്ളവൻ സംഹാര താണ്ഡവം അവന്റെ കുടുംബത്തിൽ വരും. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന്റെ പക്ഷത്തുള്ളവരെ ഇന്ന് പകൽ ദൈവം പിടിക്കാൻ പോവുകയാണ്. മോശ പറഞ്ഞു, ദൈവത്തിന്റെ പക്ഷത്തുള്ള വരട്ടെ. ലേവിയുടെ ഗോത്രം മാത്രം, ബാക്കിയുള്ള എല്ലാ ഗോത്രവും മറ്റവന്മാരുടെ കൂടി. ഹല്ലേലൂയ. ലേവി മാത്രം കയറി വന്ന് പക്ഷത്ത് നിന്ന് വെട്ടടാന്ന് പറഞ്ഞു. എല്ലാവരും വെട്ടി. തൻ്റെ ഇടം വേണം വെട്ടാൻ, ധൈര്യം വേണം നിനക്ക് വെട്ടാൻ. കർത്താവിന്റെ പക്ഷത്ത് നിൽക്കുന്നവന് തൻ്റെ ഇടവും ധൈര്യവും വേണം. ഉള്ളതുപോലെ വിളിച്ച് പറയാൻ ധൈര്യം വേണം. ഹല്ലേലൂയ. ഇതാണ് ശുശ്രൂഷ എന്ന് പറയുന്നത്. തൻ്റെ ഇടമല്ലാത്തവന് പറ്റത്തില്ല ഈ ശുശ്രൂഷ. എവിടെയെങ്കിലും എഴുന്നേറ്റ് നിൽക്കാൻ വയ്യാത്തവന്മാർ ചാടി എഴുന്നേറ്റ ഉടനെ പേടിച്ചോടുന്നവനാരാ ശുശ്രൂഷന്മാരെന്ന് പറയുന്നത്. ഹല്ലേലൂയ. തീർക്കുവടാ, വെട്ടുവടാ, കൊല്ലുവടാ എന്ന് പറഞ്ഞാൽ പിന്നെ അത് കണ്ടിട്ടേ മറ്റുള്ള വേറൊരു കാര്യമുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അതാണ് ശുശ്രൂഷ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽ ആത്മാവ് ഞാൻ ദൂത് പറയുകയാണ്. മോശ പറഞ്ഞു, എന്റെ പക്ഷത്ത് ദൈവത്തിന്റെ പക്ഷത്തുള്ളവൻ വരട്ടെ. ദൈവത്തിന്റെ പക്ഷത്ത് എത്ര പേരുണ്ട്? കരങ്ങൾ ഉയർത്തേണ്ട. ദൈവത്തിന്റെ പക്ഷത്തുണ്ടോ നീ? എന്റെ ദൈവത്തിന്റെ പക്ഷത്ത് നീ ഉണ്ടെങ്കിൽ ഞാൻ ദൂത് നിന്നോട് പറയുകയാണ്. ഹല്ലേലൂയ. പിശാചിന്റെ പക്ഷത്തുള്ളവന്മാർ ഈ വർഷം അവന്റെയൊക്കെ കാര്യത്തിന് തീരുമാനമാകുമ്പോൾ ദൈവത്തിന്റെ പക്ഷത്തുള്ള നീയും നിന്റെ കുടുംബവും നിന്റെ തലമുറയും പൂത്ത് കാച്ച് ഫലം കാച്ച് അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ്, അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ്. ദൈവത്തിന്റെ പക്ഷത്തുണ്ടോ? നിന്നെ ദൈവം അനുഗ്രഹിക്കും. നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? നീ എടുക്കുന്ന തീരുമാനമാണ് ഈ 9-ാം മാസം നീ കാണാൻ പോകുന്നത്. ഈ 3 മാസത്തിനകത്ത് പിശാചിന്റെ പക്ഷത്തുള്ളവന്റെ കാര്യവും തീരും, ദൈവത്തിന്റെ പക്ഷത്തുള്ളവനും ജയം പ്രാപിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ എഴുതി വെച്ചോ, ഇന്ന് പകൽ ദൈവത്തിന്റെ പക്ഷത്താണ് നീ എന്ന നിന്റെ ഹൃദയത്തിൽ നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ നീ അത് നിന്റെ ലൈഫിൽ വെളിപ്പെടാൻ പോവുകയാണ്. നീ അനുഗ്രഹിക്കപ്പെടും, നീ കിളിർക്കും, നീ കിളിർക്കും, നീ ഫലം കായ്ക്കും,
നീ ബദാം പോലെ പൂക്കും, കാക്കും, ഫലം കായ്ക്കും. നീ നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. Praise the Lord. Hallelujah. പിറ്റേ നോക്ക 12 കൊടുത്ത് 11 പൂത്തില്ല, കാച്ചില്ല. പക്ഷേ ദൈവത്തിന്റെ പക്ഷത്ത് നിന്നവൻ പിറ്റേന്ന് നോക്കിയപ്പോൾ പൂത്ത് കാച്ച് കിളിർത്ത് റെഡിയായി നിൽക്കുകയാണ്. Praise the Lord. എപ്പോഴാണ് കിളിർക്കാൻ തുടങ്ങിയത് നിങ്ങൾക്കറിയാമോ? എപ്പോഴാണ് കിളിർക്കാൻ തുടങ്ങിയത്? പടിവെച്ചപ്പോഴല്ല, ദൈവശബ്ദം കേട്ടപ്പോഴല്ല. എപ്പോ ദൈവപക്ഷത്ത് ചേർന്നോ അപ്പോഴേ അകത്ത് കിളിർക്കാൻ തുടങ്ങി. എപ്പോഴാ? വെച്ചപ്പോഴല്ല കേട്ടോ. എപ്പോഴാണ് നീ ദൈവത്തിന്റെ പക്ഷത്ത് നിന്ന് സംസാരിക്കാൻ തുടങ്ങിയത് അപ്പോഴേ നിന്റെ അകത്തൊരു കിളിർപ്പ് വന്നു കഴിഞ്ഞു. പിശാചിന്റെ പക്ഷത്ത് നിന്ന് സംസാരിച്ചെങ്കിൽ നിനക്ക് കിളിർപ്പില്ല. ഹല്ലേലൂയ. ദൈവം പറഞ്ഞു, നേരത്തെ പറഞ്ഞു, കർത്താവിന്റെ അഭിഷിക്തന്റെ കൂടെ ചേർന്ന് നിന്നപ്പോൾ ഓൾറെഡി ലേവിയുടെ അകത്തൊരു കിളിർപ്പ് പൊട്ടി. മത്സരികളുടെ നടുവില് പരസ്യമായി ദൈവം അടയാള സഹിതം ലേവിയുടെ ചരിത്രം മാറ്റിയതുപോലെ ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ ഈ സഭയെ നോക്കി ദൂത് പറയുകയാണ്. ദൈവത്തോടും ദൈവസഭയോടും ചേർന്ന് നിൽക്കുന്ന നിന്നെയും നിന്റെ കുടുംബത്തെയും 2023 തീരുന്നതിന് മുമ്പ് പരസ്യമായി മാനിക്കും. പരസ്യമായി മാനിക്കും. പരസ്യമായി ദൈവം നിന്നെ മാനിക്കാൻ പോകുന്നു. നിന്നെയും നിന്റെ കുടുംബത്തിനെയും പരസ്യമായി ദൈവം ഓണർ ചെയ്ത് വർഷങ്ങളായി പ്രാർത്ഥിക്കുന്നതിന്റെ വിഷയങ്ങൾക്ക് ദൈവം മറുപടി തന്നില്ലെങ്കിൽ, ഹല്ലേലൂയ, നീ നോക്കിക്കോ, എഴുതി വെച്ചോ. ഞാൻ അഭിഷിക്തനുമല്ല, ഞാൻ പ്രവാചകനുമല്ലെന്ന് ഞാൻ വിളിച്ചു പറയും. ഇന്ന് പകൽ ഞാൻ പറയുകയാണ്, ദൈവം എന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ദൈവത്തോടും ദൈവപക്ഷത്തോടും ചേർന്ന് നിൽക്കുന്ന നിന്നെയും നിന്റെ കുടുംബത്തെയും പരസ്യമായി ദൈവം മാനിക്കുന്ന വർഷമാണത്. അത് വെളിപ്പെടും, അത് പൂക്കും, അത് കാറ്റും, അത് കിളിർക്കും. ദൈവത്തിന്റെ ഗ്ലോറി കൊണ്ടിറങ്ങട്ടെ. പരസ്യമായി നിന്നെ ഓണർ ചെയ്യാൻ, പരസ്യമായി അടയാളപ്പെടുത്താൻ, ഒരു അടയാളമാക്കി ദൈവം നിന്നെ നിന്റെ കുടുംബത്തെ മാറ്റാൻ പോകുന്നു. ദൈവത്തിന്റെ പക്ഷത്തുള്ളവനെ ദൈവം മാനിക്കും. ദൈവത്തിന്റെ ഗ്ലോറി ഇറങ്ങട്ടെ. ദൈവത്തിന്റെ ഗ്ലോറി ഇറങ്ങട്ടെ. നിന്റെ രട്ടിന്റെ അനുഭവം മാറാൻ പോകുന്നു. നിന്റെ രട്ടിന്റെ അനുഭവം മാറാൻ പോകുന്നു. നിന്റെ വിലാപങ്ങൾ മാറാൻ പോകുന്നു. നിന്റെ കണ്ണുനീര് മാറാൻ പോകുന്നു. ഓ യെസ് യെസ്. നിന്റെ ആനന്ദ തൈലം കൊണ്ട് നിന്നെ ദൈവം നിറയ്ക്കാൻ പോകുന്നു. ദുഷ്ടന്മാർക്ക് വരുന്നത് ലോകം കാണാൻ പോകുന്നു. എന്നാൽ നീതിമാന്റെ കൂടാരങ്ങളിൽ ഹല്ലേലൂയ ഘോഷമുണ്ടാകും. നീതിമാന്റെ കൂടാരങ്ങളിൽ ആനന്ദ ഘോഷമുണ്ടാകാൻ പോവുക. ഈ 2023 8-9 മാസങ്ങൾക്കകത്ത് ഞാനും നീ കയറുമ്പോൾ ആത്മാവിനോട് പറയുക, നീതിമാന്മാരുടെ കൂടാരങ്ങൾക്കകത്ത് വലിയ ഘോഷമുണ്ടാകാൻ പോവുകയാണ്. നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ സ്വർഗീയ സന്തോഷങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ആനന്ദ തൈലം ഒഴുകാൻ പോകുന്നു. നീതിമാന്മാരുടെ കൂടാരങ്ങളും യഹോവ ഭക്തനായ പുരുഷന്റെ ഭവനവും അവന്റെ തലമുറകളും അവന്റെ ഭാര്യയും അവന്റെ മക്കളും ഇന്ന് പകൽക്കാലം ദൈവത്തെ ഭയപ്പെടുന്നവരും അവന്റെ കുടുംബവും അവന്റെ തലമുറയും അനുഗ്രഹിക്കപ്പെടും. യെസ്. നീതിമാന്റെ കൂടാരങ്ങളിലാണ് ഘോഷം. നീ ദൈവത്തെ ഭയപ്പെടുന്നവനാണോ? നീ യഹോവയെ ഭയപ്പെടുന്ന പുരുഷനാണെങ്കിൽ എഴുതി വച്ചോ, നിന്റെ കൂടാരങ്ങൾ തഴച്ചു വളരും. നീ നിന്റെ തലമുറയിൽ സന്തോഷം അറിയിക്കും. നിന്റെ വിലാപം മാറാൻ പോകുന്നു. നിന്റെ രട്ടിന്റെ അനുഭവം മാറാൻ പോകുന്നു. നിന്നെ ഞാൻ ആനന്ദ തൈലം കൊണ്ട് നിറയ്ക്കാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകലത് വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. 30 സങ്കീർത്തനം അതിന്റെ 11 വായിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നീ എന്റെ വിലാപത്തെ എനിക്ക് പറഞ്ഞോ, ഞാൻ നൃത്തം ചെയ്യാൻ പോകുക കേട്ടോ. നിന്റെ വിലാപം ഇന്ന് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. അതിന് പകരം നൃത്തം നിന്റെ കുടുംബത്തിനകത്ത് വെളിപ്പെടാൻ പോകുന്നു. നിന്റെ രട്ടെന്ന് പറഞ്ഞ മുഷിഞ്ഞ തുണി
പാപത്തിന്റെയും ശാപത്തിന്റെയും ദാരിദ്ര്യത്തിന് രട്ട് നിന്നെ അഴിച്ചിട്ട് അലങ്കാര വസ്ത്രം നിന്നെ അണിയിക്കുന്ന ഒരു സീസൺ വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. യെസ്, ഹല്ലേലൂയ.